ജല്ലിക്കെട്ടിന് കെട്ട് വീഴുമോ? ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ നൈനാൻ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ അനൂപ് ചന്ദ്, ഒപ്പം പീറ്റ എന്ന സംഘടനയുടെ പ്രതിനിധിയായി ഷീബ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ പി കെ ശ്രീനിവാസനും AADMK നേതാവ് അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാലും ടെലിഫോൺ ലൈനിലും ചേരും. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു പ്രധാന തമിഴൻ്റെ ആത്മാഭിമാനത്തിന് മുകളിലാണോ ഇന്ത്യയുടെ ഭരണഘടനയും പീനൽ കോഡും? ജല്ലിക്കെട്ട് പോലെയുള്ള ഉത്സവത്തിൻ്റെ ആവശ്യം എന്താണ്? 4 വർഷമായി നിരോധിക്കപ്പെട്ട ജല്ലിക്കെട്ട് പെട്ടെന്ന് ഈ വർഷം വിവാദത്തിൽപ്പെടുന്നത് എന്തുകൊണ്ട്? സുപ്രീം കോടതിയുടെ വിധി മറികടക്കാൻ ആർക്കാണ് കഴിയുക? ജല്ലിക്കെട്ടിൻ്റെ രാഷ്ട്രീയമെന്ത്? ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ഡോക്ടർ നൈനാർ, ഈ ജല്ലിക്കെട്ടിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, തമിഴ്നാടിന് ജല്ലിക്കെട്ടെന്ന് പറയുന്ന ആഘോഷവുമായുള്ള ബന്ധം, അതിൻ്റെ ഒരു ചരിത്രം വളരെ ചുരുക്കി 2-3 മിനിറ്റിൽ അങ്ങേക്ക് പറയാൻ സാധിക്കും. അതായത് തമിഴ് സാഹിത്യം, സംഘം സാഹിത്യം എന്ന് പറയുന്നത് 2000 കൊല്ലങ്ങൾക്ക് മുൻപുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട്, അന്നത്തെ വിവാഹങ്ങളൊക്കെ ഈ ഏറ് തഴുവുതൽ, ഈ കാളയെ അടക്കുന്ന യുവാവിനായിരിക്കും കുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏറ് തഴുവുതൽ എന്നാണ് അത് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംസ്കാരം 2000 കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ നിലനിന്നിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ സിന്ധുനദി സംസ്കാരത്തിൻ്റെ ചില മുദ്രകളിൽ ഈ കാളയെ അടക്കുന്നത് പോലെയുള്ള ചില മുദ്രകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ മഞ്ചുവരട്ട് എന്ന് പറയാറുണ്ട്. ഈ ജല്ലിക്കെട്ട് പിന്നീട് വന്നതാണ്. ജല്ലിക്കെട്ട് എന്നുള്ളത് ഒരു തമിഴ് വാക്ക് എന്ന് തന്നെയാണ് എനിക്കൊരു സംശയമുണ്ട്. കാരണം ചല്ലി എന്ന് പറയുന്നത് ചില്ലി കാശിൻ്റെ വരും. ആ കാളയുടെ കഴുത്തിൽ കുറേ പണക്കിഴി കെട്ടിയിടുകയും ആ കാളയെ അടക്കുന്നവൻ അത് സ്വീകരിക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. പിന്നെ സമ്മാനങ്ങൾ സ്വീകരിക്കാറുണ്ട്. അങ്ങനെ നമുക്കറിയാം, തമിഴ് വംശം എന്ന് പറയുന്നത് ഭാഷയോടും സംസ്കാരത്തോടും വൈകാരികമായ ഒരു ബന്ധമുള്ളവരാണ്. അപ്പം അത്തരത്തിലുള്ള ഈ തമിഴ് സംസ്കാരത്തിൻ്റെ മുകളിൽ ഒരു കൈ കടത്തുമ്പോൾ അത് അവർക്ക് സഹിക്കാൻ വയ്യ. അപ്പോൾ ഈ 2000-3000 കൊല്ലങ്ങളായിട്ട് തുടർന്നു വരുന്ന ഒരു സംസ്കാരത്തിൻ്റെ മുകളിൽ ഒരു കൈ കടത്തൽ എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. ശരി ഡോക്ടർ നൈനാർ, ഞാൻ ആ സംസ്കാരത്തിൻ്റെ മേൽ ഇപ്പോൾ വന്നിരിക്കുന്ന കൈകടത്തലിലേക്ക് ഞാൻ രണ്ടാമത് വരാം. പക്ഷേ നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ ഒന്നുകൂടി സ്പഷ്ടമാക്കാനുള്ളത്, ഈ ജല്ലിക്കെട്ട് എന്ന് പറയുന്നത് ഒരു മതാചാരമാണോ, ഒരു ദൈവാചാരമാണോ, ഒരു മനുഷ്യന് അത് മാറ്റിവെക്കാൻ സാധിക്കാത്ത, അവനോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ തരത്തിൽ പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ വേദ തന്ത്ര പുസ്തകങ്ങളിലോ ഒക്കെ, രാഹുൽ ഈശ്വർ ഇരിക്കുന്നതുകൊണ്ടാണ് ഇത്ര സൂക്ഷിച്ച് ഞാൻ കുറച്ചുകൂടെ അതിൽ മൈക്രോസ്കോപ്പിക്കായി പോകുന്നത് അതിൻ്റെ വിഭാഗങ്ങളെക്കുറിച്ച്, അങ്ങനെ പ്രധാനപ്പെട്ടതാണ് എന്ന് അങ്ങേക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ജാതിയുടെയോ മതത്തിൻ്റെയോ ഒരു പരിവേഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിൻബലമോ ജല്ലിക്കെട്ടിനില്ലായിരുന്നു. കാരണം ഈ 2000 കൊല്ലങ്ങൾക്ക് മുൻപെന്ന് പറയുമ്പോൾ അന്ന് ജാതി മതത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. അന്ന് എല്ലാവരും യാതും ഊരേ യാവരും കേളിർ എന്നാണ് പറയുന്നത്. എല്ലാം നമ്മുടെ നാടാണ്, എല്ലാം നമ്മുടെ ബന്ധുക്കളാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ജല്ലിക്കെട്ട് പോലെ. പക്ഷെ അന്ന് ഈ യുവാക്കളുടെ അവരുടെ വീരം എന്ന് പറയുന്നതിനോട് പ്രകടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. ഇപ്പോൾ സാധാരണ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണമെങ്കിൽ വലിയൊരു കല്ലെടുത്ത് കൊണ്ടുവച്ച് അതിനൊന്ന് പൊക്കാൻ പറയായിരിക്കും. അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് ആറ്റിലേക്ക് ചാടി താഴേന്ന് ഒരു പിടി മണ്ണ് കൊണ്ടുവരുന്നവനായിരിക്കും കൊടുക്കുക. അപ്പോൾ ഈ വീരം, ഹീറോയിക് ഏജ് ആയിരുന്നു ഈ സംഘം കാലത്ത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹീറോയിക് ഏജ് നിലനിന്നിരുന്ന ഒരു കാലത്താണ് ഈ മാടുകളെ അടക്കുക. കാരണം മാടുകൾ എന്ന് പറയുന്നത് അവർക്ക് ജീവിതത്തോട് വളരെ അടുത്താണ്, ഈ പൊങ്കലുമായിട്ട് ബന്ധപ്പെട്ടും. കാരണം അന്നത്തെ കാർഷിക വൃത്തിയാണല്ലോ ഇവിടെ നിലനിന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ മാടുകളെ ദൈവത്തിന് തുല്യമായിട്ടാണ് അവർ കരുതിയത്. ആ വണങ്ങുകയാണ്. ഈ നമുക്കൊക്കെ അറിയാം, പൊങ്കൽ സമയത്തൊക്കെ ഈ കൊമ്പിലൊക്കെ ചായമൊക്കെ പൂശി നല്ല പട്ടൊക്കെ അതിൻ്റെ പുറത്തിട്ട് മാലകളൊക്കെ ചൂടിക്കൊണ്ട് തൊഴുത് വണങ്ങിക്കൊണ്ടാണ് ഈ മാടുകൾ വണങ്ങുന്നത്. അത്തരത്തിലൊരു ബഹുമാനവും ദൈവതുല്യമായും കരുതുന്ന ഒരു മൃഗമാണ്. പക്ഷെ അതിനെ ഉപദ്രവിക്കാറൊന്നുമില്ല. അത്തരത്തിൽ ആ കാലം തോറും എത്രയോ കൊല്ലങ്ങളായി സ്ഥിരമായിട്ട് നടന്നു വരുന്ന ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങിന് പ്രത്യേകം ഒരു ഘട്ടത്തിൽ അതിനൊരു തടയിടുമ്പോൾ അത് സ്വാഭാവികമായും മനസ്സിനെ വേദനിപ്പിക്കുന്നത് തന്നെയാണ്. ഞാൻ തിരിച്ചു വരാം. വേദനിപ്പിക്കുന്നതാണ്, പല മനുഷ്യർക്കും
അത് സഹിക്കാൻ സാധിക്കുന്നതല്ല, അവരതിൻ്റെ കൂടെ തന്നെ ജീവിച്ചു വന്നതാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. മനുഷ്യൻ സാംസ്കാരികമായി മുന്നേറുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും പ്രാകൃതമായി അവൻ ചെയ്തു വന്നിരുന്ന പല ആഘോഷങ്ങളും രൂപം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ജല്ലിക്കെട്ട് കൂടുതൽ കൂടുതൽ പ്രാകൃതമാകുന്നു എന്നാണ് അതിൻ്റെ പലപ്പോഴും അതിനെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തവർ പറഞ്ഞത്, കോടതികളെ ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ടാണ് മൃഗസംരക്ഷണ നിയമത്തിൽ പെടുത്തിക്കൊണ്ട് ഈ മൃഗത്തെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിധികളും നിരോധനങ്ങളും വന്നത്. ഇപ്പോൾ എന്തിന് ഈ കോലാഹലങ്ങൾ? ശ്രീലാൽ 3 പോയിന്റ്. ആദ്യത്തേത്, നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇന്ത്യൻ ദേശീയതയുള്ളവരും എന്നാൽ ദ്രാവിഡ നാഗരികതയും തമിഴിൻ്റെ സഹോദര ഭാഷ കൂടിയായ മലയാളത്തിൻ്റെ നാട്ടിൽ ജനിച്ച മലയാളികളുമാണ്. നമുക്ക് ഒരു പ്രൗഢഗംഭീരമായ സംസ്കാരവും ചരിത്രവും ഉണ്ട്. അദ്ദേഹം കറക്റ്റായി പറഞ്ഞ പോലെ തന്നെ ഇതൊരു ജാതി മതങ്ങളുടെ പ്രശ്നമല്ല, കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ ആണ്, അഥവാ സംസ്കാരവും നാഗരികതയുമാണ്. ഇത് ഹിന്ദു പത്രത്തിലെ ഒരു ഇതാണ്. ഹിന്ദു തന്നെ എടുത്തത് വലതുപക്ഷ പത്രമാവാതിരിക്കാൻ വേണ്ടിയാണ്. ഹിന്ദു പോലും റിപ്പോർട്ട് ചെയ്യുന്നത് 4000 കമന്റ് ചെയ്തോട്ടെ, ഹിന്ദു ഒരു വലതുപക്ഷ പത്രമല്ല എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ പത്രമാണെന്ന ധ്വനിയുണ്ടോ? അല്ല, എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ചർച്ചയിൽ പലരും അങ്ങനെ ഉപയോഗിക്കാറുണ്ട് ഈ അടുത്ത കാലത്ത്. അല്ല, എനിക്ക് ഹിന്ദു ഇംഗ്ലീഷ് ദേശാഭിമാനാണെന്നൊന്നും അഭിപ്രായമില്ല. പക്ഷേ ഹിന്ദു കുറെ കൂടെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു സൗത്ത് ഇന്ത്യൻ പത്രമായതുകൊണ്ട് 4000 മുതൽ 5000 വരെ വർഷം പഴക്കമുള്ള ഒരു സംസ്കൃതിയുടെ ഭാഗമാണിത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന് ഇൻഡസ് വാലിയിലടക്കം സീലുകളുണ്ട്. ആ തമിഴ് സംസ്കാരത്തിന്റെയും നമ്മുടെ പ്രാചീന ദ്രാവിഡ ഗോത്ര നാഗരികതയുടെയും ഒക്കെയും ഒരു തിരുശേഷിപ്പുകളും സൗരഭ്യവും ഉണ്ട്. 2, ആദ്യം ചോദിച്ച ചോദ്യം ശരിക്കും ഇന്ന് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ചോദ്യമാണ്. അത് അപകടകരമാണ്. ഇന്ത്യൻ സുപ്രീം കോടതിയാണ് പരമോന്നതം, അതിനപ്പുറമില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലടക്കം ഈ ഒരുപക്ഷെ ദേശീയ ചാനൽ ഏറ്റവും കൂടുതൽ എന്നെ റെപ്രസെന്റ് ചെയ്ത് ചർച്ചയ്ക്കിരുന്ന ഒരു വ്യക്തി ഞാനായിരിക്കും, ഹിന്ദിയിലും ഇംഗ്ലീഷിലും അടക്കം. ഇപ്പോൾ അവിടത്തെയുള്ള കാർത്തികേയ ശിവസേനാപതി, അവരുടെ ലീഡേഴ്സും മറ്റുമെല്ലാം ഞങ്ങൾ ആക്റ്റീവായി സംസാരിക്കുന്നുമുണ്ട്. സുപ്രീം കോടതിയുടെ ഏതൊരു വിധിയെയും അംഗീകരിക്കുകയും പൂർണ്ണമായി സബ്മിസീവായി നിൽക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ബെഞ്ച് അടക്കം കുറെ കൂടെ സെൻസിറ്റീവായി ഇതിനെ കേൾക്കണം. അതിലേക്ക് വരാം. ശ്രീ രാഹുൽ ഈശ്വർ, നമുക്കിപ്പോൾ അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ കുറെ കാലങ്ങളായി തമിഴ്നാട്ടിൽ വൈകാരികമായി കൊണ്ട് ആചരിച്ചിരുന്ന ഒരു ആഘോഷം തന്നെയാണ് ജല്ലിക്കെട്ടിനെ കുറിച്ച്. നമുക്കുൾപ്പെടെ വലിയ ആവേശമുണ്ടായിരുന്നു ആ ഉത്സവത്തെ കുറിച്ചൊക്കെ, നമ്മൾ അങ്ങനെയാണ് കണ്ടത്. പക്ഷെ പിന്നീടാണ് അതിന്റെ ഒരു പ്രാകൃത രൂപം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതിനെ പീറ്റ പോലെയുള്ള സംഘടനകൾ ആണ് അത് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്, സർക്കാരിന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. അവർ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പില്ല. ഒരു മൃഗത്തെ ഉപദ്രവിക്കുക, ഈ പറയുന്ന കാര്യം എന്താണ് ഡോക്ടർ നയനാർ തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടി. അതായത് യുവാക്കളുടെ 20കളിൽ പെടുന്ന യുവാക്കളുടെ ഹീറോയിസം കാണിക്കാൻ വേണ്ടി ഗ്രാമങ്ങളിൽ മുമ്പ് ആചരിച്ചിരുന്ന ഒരു ആഘോഷം, അതിനുവേണ്ടി പ്രത്യേകം വളർത്തിയെടുക്കുന്ന മൃഗത്തെ, കാളയെ, അതിനെ അഴിച്ചുവിടുന്നു. അതിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അതിന്റെ വാലിൽ ചുഴറ്റുക, അതിനെ കത്തികൊണ്ട് മുറിവേൽപ്പിക്കുക, അതിന്റെ കണ്ണിൽ മുളക് പുരട്ടുക, ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ എന്തായാലും നിയന്ത്രിക്കേണ്ടതില്ല. അല്ല, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിന്റെ സാംസ്കാരിക പ്രാധാന്യം. ശ്രീ രജനീകാന്തിനെ സൂപ്പർ സ്റ്റാർ ആക്കിയ മുരട്ട് കാളെ 1980കളുടെ ആദ്യം ഇറങ്ങിയതിൽ പോലും ജല്ലിക്കെട്ട് വലിയ പ്രതിവാദി വിഷയമാണ്. അതിൽ ജല്ലിക്കെട്ടിനെ സംബന്ധിക്കുന്ന ഒരു പാട്ടുമുണ്ട്. അതൊക്കെ ഇന്നലെ കൃഷ്ണമാചാരി ശ്രീകാന്ത് പാടുകയും മറ്റും ചെയ്യുകയുണ്ടായി. അപ്പൊ ഇതിന്റെ സാംസ്കാരിക ഗരിമ ഉള്ളപ്പോൾ തന്നെ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ തെറ്റുകളോട് കണ്ണടച്ചുകൊണ്ടല്ല ജല്ലിക്കെട്ടിന് വേണ്ടി പോരാടുന്ന ആരും ജല്ലിക്കെട്ടിന് വേണ്ടി പോരാടുന്നത്. 3 സ്ഥലങ്ങളിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. 2007 മുമ്പ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവയെല്ലാം പരിഹരിക്കാൻ രാഹുൽ ഈശ്വർ, ജല്ലിക്കെട്ട് ഇപ്പോൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന ചർച്ചയിലേക്ക് നമുക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് ജല്ലിക്കെട്ട് എന്തുകൊണ്ട് കോടതി ഇടപെട്ട് നിയന്ത്രിച്ചു എന്ന പ്രശ്നമാണ് നമ്മൾ ഇപ്പോൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. 3 സ്ഥലങ്ങളിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് ആൽക്കഹോൾ കുടിക്കുന്ന വീഡിയോസ് വെളിയിൽ വന്നു. ചില സ്ഥലങ്ങളിൽ കാളയെ കുത്തുന്ന വീഡിയോ വെളിയിൽ വന്നു. ചില സ്ഥലങ്ങളിൽ, അതായത് കുറച്ച് എന്താ പറയുക, ഇവരത്ര സയന്റിഫിക് അഡ്വാൻസ്മെന്റ് കിട്ടിയ ആൾക്കാരൊന്നും അല്ല. ചിലയിടത്ത് പ്രകോപിപ്പിക്കാൻ വേണ്ടി കടിക്കുന്ന, അതായത് വാലിൽ കടിക്കുന്ന ചില കാര്യങ്ങൾ ഒന്നും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ സ്ട്രിക്റ്റായ റെഗുലേഷൻ തരണം, സ്ട്രിക്റ്റായ ഹാർഷായ റെസ്ട്രിക്ഷൻ തരണം. പക്ഷെ ഒരു ബ്ലാങ്കറ്റ് ബാൻ സാധ്യമല്ല എന്ന് മാത്രമാണ്. ശരി, അങ്ങ് പറഞ്ഞത് മൃഗത്തെ ഉപയോഗിക്കുന്ന ആ ഭാഗമാണ്, അതവിടെ മാറ്റിവെക്കൂ. ഇനി ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നിയമവിധേയമായി തന്നെ മുളക് പുരട്ടാതെ, കത്തി കൊണ്ട് മുറിവേൽപ്പിക്കാതെ, വാലിൽ ചുഴറ്റാതെ തന്നെ ഈ മൃഗത്തെ ഇങ്ങനെ തന്നെ ഈ ജല്ലിക്കെട്ട് നടത്തുന്നു എന്ന് കരുതുക. ഒരു മൃഗമാണ്,
എത്ര പേർക്കാണ് പരിക്കുണ്ടാകുന്നത്, എത്ര ആളുകൾക്കാണ് മരണം സംഭവിച്ചിട്ടുള്ളത്, എന്ത് കാര്യത്തിനാണ് ഇത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവിടെ പോകുന്നവരെല്ലാം 18 വയസ്സ് കഴിഞ്ഞ അഡൽട്സ് ആണ്. അവർക്ക് വരുന്ന എല്ലാത്തരം ഇഞ്ചുറീസിനും അവർ റെസ്പോൺസിബിൾ ആണെന്നുള്ള കാര്യം ഒന്ന്. രണ്ട്, അങ്ങ് പറയുന്ന പോലെ മൃഗത്തിനോടൊരു ക്രൂരതയില്ലേ? 50 മീറ്റർ മാത്രമാണ് ഈ മൃഗം ഓടുന്നത്. ഞാനൊരു ഹിന്ദു മനുഷ്യനുണ്ടാകുന്ന പ്രശ്നത്തെ കുറിച്ചാണ്. അത് 18 വയസ്സ് കഴിഞ്ഞാൽ ഒരാൾ ഉത്തരവാദിത്തമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് തോന്നിയതുപോലെ മരിക്കാം എന്നുള്ളതാണോ അങ്ങ് പറഞ്ഞത്? മരണമൊക്കെ റേറായി നടക്കാറുള്ളൂ. പക്ഷെ ഒറ്റ വരി ശ്രീ കമലഹാസനെ കോട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാനൊരു ഹിന്ദു വലതുപക്ഷക്കാരനാണ്. പക്ഷേ കമലഹാസൻ ലെഫ്റ്റ് ലിബറൽ ആണ്, എത്തീസ്റ്റ് ആണ്. കമലഹാസൻ വളരെ പ്രസിദ്ധമായി തന്നെ നാഷണൽ മീഡിയ വളരെ കോട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി, നിങ്ങൾക്ക് അങ്ങനെ ജല്ലിക്കെട്ട് ബാൻ ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ ആദ്യം ബിരിയാണി ബാൻ ചെയ്യൂ, ആദ്യം നോൺ വെജിറ്റേറിയൻ ബാൻ ചെയ്യൂ, ആദ്യം കൗസിലോട്ട് ബാൻ ചെയ്യൂ. ഒറ്റ ചോദ്യം എനിക്കുള്ളൂ. അപ്പോ ഈ ലെഫ്റ്റ് ലിബറൽ ആയ ആളുകൾ പറയുന്നതൊക്കെ അങ്ങ് അംഗീകരിക്കുകയാണ്? ഇല്ല, ലെഫ്റ്റ് ലിബറൽ ആയ ആൾക്കാർ പോലും പറയുന്നത് ശ്രദ്ധിക്കുന്നതാണ്. നിങ്ങൾ വലതുപക്ഷത്ത് നിൽക്കുന്നവരോ രജനീകാന്തോ മാത്രമല്ല, കമലഹാസൻ അടക്കം ഒരു ജനതയുടെ ആദ്യ ഘട്ടത്തിലുള്ള നിലപാടുകൾ മാത്രമാണ് ഇപ്പോൾ സ്വീകരിച്ചത്. ശ്രീ അനൂപ് ചന്ദ്രനിലേക്ക് വരുന്നു. ശ്രീ അനൂപ് ചന്ദ്രൻ പീപ്പിൾ ഫോർ ആനിമൽസിന്റെ പ്രതിനിധിയാണ്. രാഹുൽ ഈശ്വർ പറയുന്നത് കേട്ടല്ലോ. നിങ്ങൾ എന്തിനാണ് പീറ്റ പോലെയുള്ള സംഘടനകൾ കൊടുത്തിട്ടുള്ള ഈ പരാതിക്ക് ഒപ്പം നിൽക്കുന്നത്? ഈ ജല്ലിക്കെട്ട് പോലെയുള്ള ഒരു സാംസ്കാരിക ഉത്സവത്തെ ഒരു മൃഗ ചൂഷണത്തിൻ്റെ ഒരു കാഴ്ചയായി മാത്രം കാണുന്നത്? ഇപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം ക്ലിയർ ആയിക്കോട്ടെ. ഈ ചർച്ച എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരു മൃഗത്തോട് എത്രത്തോളം ക്രൂവൽറ്റി ആവാം, എത്ര വരെ നമുക്ക് ക്രൂവൽറ്റി ആവാം എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഈ ചർച്ചയുടെ ഒരു അണ്ടർലൈൻ കറണ്ട്. അത് തന്നെ ബേസിക്കലി തെറ്റാണ്. രണ്ട്, ഈ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സാധനത്തിന് വേറൊരു സൈഡുണ്ട്. അതായത് ഇൻഡിജിനസ് ആയിട്ടുള്ള ബുൾ ബ്രീഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ ഇപ്പോൾ ഈ ജല്ലിക്കെട്ടിൽ ഓടി മുന്നിലെത്തുന്ന കാളകളെ അവർ ഇത് സ്റ്റഡ്സ് ആയിട്ട് യൂസ് ചെയ്യുകയും അല്ലാത്തതിന് അഗ്രികൾച്ചറിൽ ഇത് പ്ലോ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുകയാണ് ഈ ജല്ലിക്കെട്ടിൻ്റെ ഒരു ബേസിക് അണ്ടർലൈൻ തീം. പക്ഷേ ഈ പറയുന്ന ഇതേ സാധനം തന്നെ ഇപ്പോൾ പുള്ളി പറഞ്ഞത്, ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഇപ്പം സിനിമ, സാംസ്കാരിക, ഇതുപോലെ പല രീതിയിലും ഈ ജല്ലിക്കെട്ടെന്ന് പറയുന്ന ഒരു ഇതിന് പ്രാധാന്യം ഉണ്ടെങ്കിലും നമ്മൾ പണ്ട് മുതൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളും വിവേകവും വിദ്യാഭ്യാസവും വന്ന സമയത്ത് അനാചാരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇതുപോലൊരു സാധനം നമ്മൾ കൊണ്ടുപോയിട്ട് ഇതിൽ റെസ്ട്രിക്ഷൻസ് നമ്മൾ കൊണ്ടുവരെ നമ്മൾ ഇതിനെ എത്രത്തോളം നമ്മൾ ഇതിനെ ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ ചെയ്യാമെന്ന് പറയുന്നത്. ഇതിലെവിടെയാണ് അനാചാരം കാണുന്നത്? ഇതിൽ അനാചാരം ഒന്നേ ഉള്ളൂ. ആ മൃഗം അതിൻ്റെ നോർമൽ ബിഹേവിയർ ഇതാണോ? വെറുതെ നിൽക്കുന്ന ഒരു കാള ഇതുപോലെ ഓടുമോ? അപ്പോൾ അത് എന്തുകൊണ്ട് ഓടുന്നു? അതിന് ഇത്രയും ഒരു കൂട്ടം കാണിച്ച് അതിനൊരു പ്രിഡേറ്റോറിയൽ രീതിയിൽ അതിനെ പേടിപ്പിച്ചാണ് അത് ഓടുന്നത്. അപ്പോൾ ഇതേ കാര്യം ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ തന്നെ റിലീജിയൻ്റെ പേരിൽ എന്നോട് ചെയ്താൽ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചെയ്താൽ അദ്ദേഹം സഹിക്കുമോ? ആ ഒരു കാര്യം നമ്മൾ, ഇഫ് ദ ടേബിൾസ് വേർ ടേൺ, നമ്മൾ അതേ കാര്യം നമ്മൾ സഹിക്കുമോ? അപ്പോൾ റിലീജിയൻ്റെ പേരിൽ ഒരു അബ്യൂസ് എന്ന് പറയുന്നത് അത് എത്ര ചെറിയൊരു ജീവജാലത്തോടാണെങ്കിലും അത് അബ്യൂസ് തന്നെയാണ്. അത് ഒരു റിലീജിയനോ ഒരു സ്ഥലത്തോ ഹിന്ദുയിസമോ സംസ്കാരമോ കോട്ട് ചെയ്യുന്നില്ല. നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ സിവിലൈസേഷൻ തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ കാലക്രമേണ വിദ്യാഭ്യാസത്തോടൊപ്പം നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ എക്സിസ്റ്റൻഷ്യൽ റൈറ്റ് എന്ന് പറയുന്നത്, അതായത് റൈറ്റ് ടു എക്സിസ്റ്റൻസ്, നമുക്ക് നിലനിൽക്കാനുള്ള അവകാശം, അത് ഏതൊരു മതത്തെയും പ്രിഡേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു മതങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു കാര്യമാണ് ജീവിക്കുക, അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലുള്ള ഭയവും ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ മതങ്ങളും എല്ലാ ദൈവങ്ങളും അനുശാസിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ റൂൾസ് കൊണ്ടുവന്ന് എത്രത്തോളം അതിനെ നമുക്ക് ഉപദ്രവിക്കാമെന്ന് ചർച്ച ചെയ്യുന്നത് തന്നെ ശരി, വളരെ ശരിയായിട്ടുള്ളൊരു നിലപാടാണ്. ഞാൻ ഡോക്ടർ നയനാറിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ രാഹുൽ ഈശ്വർ, ഈ കാര്യത്തിൽ തമിഴ് ജനതയുടെ ഒരു വികാരം കുറെ കാലങ്ങളായി, നൂറ്റാണ്ടുകളായി അവർ ആചരിച്ചു വരുന്ന ഒരു ആഘോഷം, അതിന് തമിഴ്നാട്ടിലെ ഇന്നത്തെ സിനിമാക്കാരും അവിടുത്തെ സെലിബ്രിറ്റികളുമൊക്കെ അതിനോടൊപ്പം എന്നുള്ള ഒരു സാക്ഷ്യം, ഇതാണോ ജല്ലിക്കെട്ടിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പോൾ പറയാനുള്ളത്? നിയമം മനുഷ്യന് വേണ്ടിയുള്ളതാണ്, മനുഷ്യൻ നിയമത്തിന് വേണ്ടിയുള്ളതല്ല. നമ്മുടെ ഭരണഘടനയും നിയമങ്ങളും ഒക്കെ ആണെങ്കിലും ഇത്തരം സാംസ്കാരികപരമായ വിശ്വാസപരമായ കാര്യങ്ങൾ ആർട്ടിക്കിൾ 25 റൈറ്റ് ടു ഫെയ്ത്തിൽ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ വളരെയധികം ഈ ഓടുന്ന മൃഗത്തിന്റെ വേദനയെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ആരും പശുവിന്റെ തലയിറക്കുമ്പോൾ വേദനയുണ്ടെന്ന് പറയാറില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും ഞങ്ങളെ പോലുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വർഗീയവാദം കൊണ്ടാണ് പറയുന്നതെന്നല്ലേ പറയാറുള്ളൂ. അപ്പോൾ പശുവിനില്ലാത്ത, പശുവിന്റെ തലയിറക്കുമ്പോൾ ഇല്ലാത്ത എന്ത് വേദനയാണ്
തന്നെയാണ് 50 മീറ്റർ കാളെ ഓടുമ്പോൾ ഈ നാട്ടിലെ പലർക്കും ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് കമലഹാസനെ പോലുള്ളവർ ചിന്തിച്ചാൽ, ഞങ്ങളെ പോലുള്ളവരല്ല, ഞങ്ങളെല്ലാം പിന്തിരിപ്പന്മാരാണ്, പോട്ടെ, കമലഹാസനെ പോലെയുള്ള പുരോഗമനവാദി പോലും കമലഹാസന് ഒരു കാര്യം പറയുന്നതിന് അദ്ദേഹത്തിൻ്റെതായ അനുഭവങ്ങൾ ഉണ്ടാകാം. ശ്രീ രാഹുൽ ഈശ്വർ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട് കമലഹാസൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ലോ, അല്ല, ഈ പറയുന്ന ആഘോഷത്തിന് അതിൻ്റെതായ പവിത്രതയുണ്ട്, അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു വികാരമാണ്. അതിന് പീറ്റ പോലെയുള്ള സംഘടനകൾ കൊടുത്തിരിക്കുന്ന കേസ് ഒരിക്കലും നിലനിൽക്കാൻ പാടില്ല, അത് തള്ളിപ്പോകണമെന്ന് താങ്കളെപ്പോലുള്ളവർ പറയുന്നതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. കേരളത്തിൽ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ആ കാര്യം അതാണ്. ആനകളെ ചൂഷണം ചെയ്യുന്നതിനെതിരായിട്ടുള്ള കേസും ഇതേപോലെ സുപ്രീം കോടതിയുടെ മുമ്പിൽ വരാൻ പോകുന്നു. ഇത് രണ്ടും ഒരുപോലെ കാണേണ്ടതാണ് എന്നുള്ളതാണ് കോടതി ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒന്നുകൂടെ കടത്തി പറയാം. എനിക്ക് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ദൈവങ്ങൾക്ക് തുല്യമാണ്. പക്ഷേ പേരെടുത്ത് പറയുന്നതിന് ക്ഷമ ആദ്യമേ ചോദിച്ചുകൊണ്ട് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ബെഞ്ചിലാണ് ഈ കേസ്. നാളെയാണ് ആനയുടെ കേസ് വരാൻ പോകുന്നത്. ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ബെഞ്ചിൽ തന്നെയാണ് ശബരിമല കേസ്, ജല്ലിക്കെട്ട് കേസ്. പലപ്പോഴും അദ്ദേഹം ഒരു കൾച്ചറലി ഇൻസെൻസിറ്റീവ് ആണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ നിഷേധിക്കാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം അടുത്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന വ്യക്തിയാണ്. കൾച്ചറലി ഇൻസെൻസിറ്റീവ് എന്നൊക്കെ ഒരു ജഡ്ജിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ഏത് തരം സംസ്കാരത്തെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നു വലിയ വിഷയമാണ്. കൾച്ചറലി കുറെ കൂടെ സെൻസിറ്റീവ് ആവേണ്ട ആളാണ്. ഇൻസെൻസിറ്റീവ് എന്ന വാക്ക് ശരിയല്ല, ഒരു ജഡ്ജിയോട് ചേർത്ത് ഉപയോഗിച്ചുകൂടാത്താണ്, ക്ഷമിക്കണം, അത് പിൻവലിക്കുന്നു. കുറെ കൂടെ സെൻസിറ്റീവ് ആവേണ്ട ഇദ്ദേഹത്തിന്റെ ബെഞ്ചിലാണ് കേരളത്തിലെ ആനകളുടെ കാര്യം വരുന്നത്, പശുക്കളുടെ കാര്യം, ക്ഷമിക്കണം, ജല്ലിക്കട്ടിന്റെ കാര്യം വരുന്നത്. ഇനി സർവോപരി ഈ നമ്മുടെ ജനഗണമന എല്ലാവരും പാടുമ്പോൾ നിന്നോളം തുടങ്ങിയ കുറച്ച് കടുപ്പമേറിയ വിധി വന്നതും ഇദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഞങ്ങൾ പറയുന്നത് ഒന്നെങ്കിൽ 3 അംഗ ബെഞ്ച് വിടണം, 5 അംഗ ബെഞ്ച് വിടണം, അല്ലെങ്കിൽ ഇതൊരു ലെജിസ്ലേറ്റീവ് കോളായി കൊണ്ടുവരട്ടെ. ചോദ്യം അതല്ല എത്ര അംഗങ്ങൾ വേണം, ഇതിനി നാളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതല്ല പ്രശ്നം. ഈ പറയുന്ന ആനയ്ക്കുണ്ടാകുന്ന പ്രശ്നം തന്നെയാണ് ഈ പറയുന്ന കാളയ്ക്കും ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ജഡ്ജിമാർ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വിധികൾ വിധിക്കുമ്പോൾ അതിനെതിരെ മറീന ബീച്ചിൽ തമിഴ്നാട് മുഴുവൻ എത്തി, സെലിബ്രിറ്റികളെ മുഴുവൻ കൊണ്ടു നിർത്തി, രാഷ്ട്രീയക്കാരെ പോലും ബന്ദികളാക്കിയ ഒരു അർത്ഥത്തിൽ പറയാം, അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നത് ഉദ്ദേശത്തോടു കൂടിയാണ്. ഇത് നിയമം വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ജനപക്ഷത്ത് നിന്ന് വ്യാഖ്യാനിക്കണം, സാംസ്കാരിക പക്ഷത്ത് നിന്ന് വ്യാഖ്യാനിക്കണം. ഇവിടെ ആര് തമ്മിലാണ്? ഒരു ജനക്കൂട്ടമാണ് രാഹുൽ. അല്ല, അതാണ് ജനം, അതാണ് ജനപക്ഷം. ഒരു രാഷ്ട്രീയക്കാരെ വിളിക്കാതെ, ഒരു ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ലേബലില്ലാതെ തങ്ങളുടെ സംസ്കാരം സംരക്ഷിക്കാൻ ഒരു ജനത സ്വന്തമായി മുമ്പിട്ടിറങ്ങുകയാണ്. IT വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഹാർലി ഡേവിഡ്സന്റെ ആൾക്കാർ, തമിഴ്നാട്ടിലെ പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി ഇറങ്ങുക. ഞാൻ ചോദിക്കട്ടെ ശ്രീ രാഹുൽ ഈശ്വർ, ഈ തമിഴ്നാടിന്റെ വികാരത്തിന്റെ കൂടെ മാത്രം നിൽക്കേണ്ടതല്ല ഇന്ത്യയുടെ ഭരണഘടന, ഇവിടുത്തെ നിയമങ്ങൾ, അതിനപ്പുറമുള്ള ജനക്കൂട്ടം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന തമിഴ്നാടിന്റെ ജനതയുടെ അതൊരു ചെറിയ അംശം മാത്രമേ ആവുന്നുള്ളൂ. ബാക്കി ബഹുഭൂരിപക്ഷം മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയ നിയമത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പറയുന്ന ജനക്കൂട്ടത്തിന്റെ വികാരം ജയിക്കണം, അവരാണ് വലുത് എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാകും? ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. ഇപ്പോൾ AIADMKയുടെ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ ടെലിഫോൺ ലൈനിൽ. ശ്രീനിവാസൻ വേണുഗോപാൽ, തമിഴ്നാട് ഭരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയാണ്, ശ്രീ പനീർ ശെൽവമാണ്. അദ്ദേഹം ഇന്ന് പ്രധാനമന്ത്രിയെ പോയി കണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞതിന് പകരം അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് തമിഴ്നാട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ജല്ലിക്കെട്ടിന് വേണ്ട നിയമങ്ങൾ ആ നിയമസഭയിൽ തന്നെ തയ്യാറാക്കുകയായിരുന്നില്ലേ? എന്തുകൊണ്ട് അതിന് തയ്യാറാകാതെ നേരെ ഡൽഹിയിലേക്ക് പോയി? ഇല്ല, അതിനതൊരു ആദ്യം ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇത് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവാണ്. എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ പറയുന്നു, ഞങ്ങളുടെ പാർട്ടി തന്നെയാണ് തമിഴ്നാട് ഭരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുപ്രീം കോടതി ആയാലും ഇന്ത്യയുടെ മറ്റ് വിവിധ ഹൈക്കോടതികളായാലും പുറപ്പെടുവിക്കുന്ന പല വിധികളും പലപ്പോഴും ഈ കോമൺ സെൻസിന് വിരുദ്ധമായിട്ട് വരുന്നു. ഉദാഹരണത്തിന് നമ്മുടെ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് പുകവലി നിരോധിച്ചു. വാസ്തവത്തിൽ അതെന്താ സംഭവിച്ചത്? ആ പുകവലി നിരോധനം വളരെ ശക്തമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മുടെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ തയ്യാറായോ? ഇല്ല. കാരണം എന്താ? അതിൽ നിന്ന് കിട്ടുന്ന ടാക്സ്, സെൻട്രൽ എക്സൈസ് ടാക്സ് ആയാലും ശരി, സംസ്ഥാനത്തിന്റെ. ശ്രീനിവാസൻ വേണുഗോപാൽ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. കഴിഞ്ഞ 4-5 കൊല്ലമായിട്ടും തമിഴ്നാട് ഭരിക്കുന്നത് നിങ്ങളുടെ പാർട്ടി തന്നെയാണ് എന്നാണ് എന്റെ അറിവ്. ഡോക്ടർ ജയലളിത ആയിരുന്നു അവിടെ മുഖ്യമന്ത്രി ആയിരുന്നത്. അവർ മുഖ്യമന്ത്രി ആയിരുന്ന അവസാന കാലഘട്ടങ്ങളിലെ 4 വർഷവും ഈ നിയമമനുസരിച്ച്
2011 കേന്ദ്ര സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഈ ജല്ലിക്കെട്ട് തമിഴ്നാട്ടിൽ നിരോധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അതെ, ജയലളിതയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞത് എന്തുകൊണ്ട് പനീർശെൽവത്തിന് സാധിക്കുന്നില്ല? അതല്ല ഞാൻ അതിലേക്ക് വരികയാണ്. കഴിഞ്ഞ 4 കൊല്ലമായി തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വികാരം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് മരിച്ചുപോയ ഞങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പുരുഷ തലവി പല പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റിന്റെ ലെറ്റർ എഴുതുകയും ഇത് തമിഴ്നാടിന്റെ ഒരു ദേശീയതയുടെയും സംസ്കാരത്തിന്റെ ഭാഗമാണ്, ജല്ലിക്കെട്ട് ഇവിടെ ആവശ്യമാണ്, എല്ലാ ജനങ്ങളും പാർട്ടിക്ക് അതീതമായ എല്ലാ പാർട്ടികളും ഒന്നടങ്കം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ഇത് നടപ്പിലാക്കി കിട്ടണം, അതിന് നിയമം ഭേദഗതി ചെയ്യണം. പക്ഷേ അതൊന്നും കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാതെ ഇപ്പൊ തന്നെ സുപ്രീം കോടതിയുടെ ഇതാണ് കണ്ടം ജാവു എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് ഒഴിമാറുകയാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഇപ്പൊ നമുക്കറിയാലോ, 500 രൂപയുടെ 1000 രൂപയുടെ നോട്ട് പിൻവലിച്ച് സുപ്രീം കോടതി ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ. അപ്പൊ സർക്കാരിന് വേണമെങ്കിൽ ഓർഡിനൻസിലൂടെ ഇത് അത് കേന്ദ്ര സർക്കാർ തട്ടി നിങ്ങളുടെ തലയിലേക്ക് തന്നെ വീണ്ടും ഇടുന്നു. നിങ്ങൾ ഇപ്പൊ വീണ്ടും കേന്ദ്ര സർക്കാരിലേക്ക് അത് തട്ടുന്നു. അത് രാഷ്ട്രീയമായി അത് കൈകാര്യം ചെയ്യപ്പെട്ട വരും ദിവസങ്ങളിൽ ഞാനിത് രാഷ്ട്രീയം കാണുകയല്ല. ഇത് ഞാൻ അതിന്റെ സത്യാവസ്ഥയിലേക്ക് വരികയാണ്. കാരണം ഒരു ഓർഡിനൻസ് ഒരു സംസ്ഥാനം, ഇത് ഫെഡറൽ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ്. നമ്മളത് മനസ്സിലാക്കണം. ഇപ്പോ ഒരു തമിഴ്നാടിന്റെ മൊത്തം ജനങ്ങളുടെ വികാരം മാനിക്കാതെ സെൻട്രൽ ഗവൺമെന്റ് വേറെ രീതിയിലേക്ക് പോവുകയാണ്. അതേസമയം BJPക്ക് അവിടെ അധികാരം ഉണ്ടായിരുന്നുകൊണ്ട് BJP സത്യമായിട്ട് ഒരു ഓർഡിനൻസ് കൊണ്ടുവന്ന് ഇതിന് അവിടുത്തെ ജനങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുമായിരുന്നു. അപ്പൊ ഇതിൽ BJP രാഷ്ട്രീയം കളിക്കുകയാണ്, അതിന് ഒരു സംശയവും വേണ്ട. തമിഴ്നാട്ടിലെ എന്റെ ജനങ്ങളുടെ ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ, ഇതിൽ ആരാണ് രാഷ്ട്രീയം കളിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മളും പരിശോധിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീമതി ശോഭ പീറ്റ എന്ന സംഘടനയുടെ കേരളത്തിലെ പ്രതിനിധിയാണ്. ഈ പീറ്റ എന്ന സംഘടനയെക്കുറിച്ചാണ് വലിയ പരാതി. തമിഴ്നാട്ടിൽ ഇപ്പോൾ ഉയരുന്ന ആക്രോശം ശോഭ, ഈ നിങ്ങളെ അവിടെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാക്കണം എന്നാണ്, പീറ്റ നിരോധിക്കണം എന്നാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ കേസിൽ? അല്ല, ഈ പറഞ്ഞ പോലെ ജല്ലിക്കെട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ കൾച്ചറിന്റെ ഭാഗം തന്നെയായിരുന്നു സതിയും, അതുപോലെ തന്നെ ഭാഗമായിരുന്നു നമ്മുടെ എന്താ പറയണേ ശിശു വിവാഹവും, അതുപോലെ തന്നെ പല കുരുതികളും. അതൊക്കെ നമ്മൾ മാറ്റിയില്ലേ? ഇപ്പൊ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇനി വരുന്ന ജനറേഷൻ സപ്പോർട്ട് ചെയ്യോ? ഇല്ല. അതുപോലെ തന്നെയാണ് മൃഗങ്ങൾ. ഇറ്റ്സ് ലൈക്ക്, ഞാൻ തമിഴിയനാണ്, ഓക്കെ, പൊങ്കൽ ഞാനും ഇടുന്ന വ്യക്തിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗോമാതാവിനെ നമ്മൾ പൂജിക്കുന്നുണ്ട്, ഒരുപാട് വർക്ക്ഷിപ്പിംഗ് ഈസ് ഗുഡ്, ബട്ട് ദെൻ ദിസ് ഇസ് ലൈക്ക് ടോർച്ചറിങ്. ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ബുള്ളിനെ നമ്മൾ ഹഗ് ചെയ്യുക എന്നുള്ളതാണ്, പശുവിനെ നമ്മൾ ഹഗ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. പക്ഷെ അതല്ല നടക്കുന്നത്. വാലില് കടിക്കുക, അതുപോലെ തന്നെ ടോർച്ചറിങ് ആണ് അല്ലേ നമ്മൾ കാണുന്നത് തന്നെ. അതിലൂടെ തന്നെ എത്ര മരണം നടന്നു എന്നുള്ള കാര്യമാണ്. എത്ര പേർക്കാണ് നഷ്ടം? അത് അവരുടെ വീട്ടുകാർക്കാണ് നഷ്ടം അല്ലേ? അല്ല, ഇതിപ്പോ പറയുന്നത് തമിഴ്നാട്ടിലെ മുഴുവൻ ജനതയുടെയും വികാരമാണ്, ഇത് വേണം എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഹേർഡ് മെന്റാലിറ്റി. ഇപ്പൊ പോയിരിക്കുന്ന ഈ 80% ചെന്നൈയിലുള്ളവര്, അതിൽ എത്ര പേര് ജല്ലിക്കെട്ട് ആക്ച്വലി കണ്ടിട്ടുണ്ടാവും? ഹേർഡ് മെന്റാലിറ്റി ആണ്. കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പോകുന്നു. അതിൽ 80% ആൾക്കാർക്കും അറിയത്തില്ലായിരിക്കും അത് എന്താണ് അതിന്റെ ശരിക്കുമുള്ള ഹിസ്റ്ററി എന്താണെന്ന് അറിഞ്ഞിട്ട് അവിടെ സപ്പോർട്ട് ചെയ്യുന്നവർ വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. യെസ്, ഡോക്ടർ നയനാർ, അവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഇപ്പോ ശോഭ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് തമിഴ്നാടിന്റെ മുഴുവൻ ഒരു ആചാരമല്ല. അങ്ങേക്ക് അതിനകത്ത് കുറച്ചുകൂടി സംഭാവന ചെയ്യാൻ കാണും. അതായത് ഈ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന ഈ സംഭവം നടക്കുന്നത് ഒരുപക്ഷെ ഇല്ലായിരിക്കാം, മധുരയും പുതുക്കോട്ടൈ അതുപോലുള്ള സ്ഥലം വെച്ചു. പക്ഷേ തമിഴരുടെ ഒരു ഇതല്ല എന്ന് പറയുന്ന, ഒട്ടുമൊത്തം അല്ല എന്ന് പറയുന്നതോട് നമുക്ക് യോജിക്കാൻ സാധിക്കില്ല. കേരളത്തിലെ ഒരു ആറാട്ടാണ്, ഒരു പൂജയെടുപ്പാണെന്ന് പറയുമ്പം അത് കേരളം മുഴുവനും അറിയപ്പെടുന്ന ഒരു സംഭവമാണ്. പിന്നെ ഈ പറയുന്നത് പക്ഷേ ഡോക്ടർ നയനാർ, അതിനകത്തൊരു കാര്യം, ഇപ്പം നമുക്ക് ഈ കൊല്ലത്തിനടുത്തുണ്ടായ വലിയ വെടിക്കെട്ട് അപകടം നമ്മൾ കണ്ടതാണ്. വെടിക്കെട്ട് നടത്തുന്നതിനെ നമ്മളിപ്പോൾ നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ പലതരത്തിലുള്ള ആചാരങ്ങൾ, നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ സതിയുടെ കാര്യം പറഞ്ഞു, അതല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള ആചാരങ്ങൾ നമുക്ക് തന്നെ ഉണ്ടായിരുന്നു. മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള ആചാരങ്ങൾ തന്നെ നമുക്കുണ്ടായിരുന്നു. അത് കുരുതി കൊടുക്കലൊക്കെ പലതും ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കാലാകാലങ്ങളിൽ നമ്മൾ സംസ്കാര സമ്പന്നരായി മാറുന്നതിന്റെ ഭാഗമായി വിദ്യാസമ്പന്നരായപ്പോൾ നമ്മൾ മാറ്റിയെടുത്തതാണ്. ഇത് തമിഴ്നാട്ടിൽ മാത്രം എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അല്ല, മാറ്റുക എന്ന് പറഞ്ഞാലേ തൃശ്ശൂർ പൂരത്തിൽ എത്ര ആനകളെയാണ് വരിക്ക് നടത്തി, എത്ര മണിക്കൂറോളം വെയിലത്ത് നിർത്തുന്നത്. അതുപോലെ എനിക്കൊന്ന് ചോദിക്കട്ടെ, ശബരിമലയില് കഴുതകളെ കൊണ്ട് ഭാരം ചുമപ്പിച്ചും മല കയറുന്നു.
കഴുതകളെന്ന് പറഞ്ഞാൽ ആ പശുവിനെ കഴുതെന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്ത് പറയാനാ ഒരു നിഷേധിക്കപ്പെട്ട ഒരു മൃഗമാണ്. അത് മുമ്പാണ്, ഇപ്പൊ കഴുതകളൊന്നും ഇല്ല അവിടെ. ഇപ്പോഴും ഉണ്ടെന്നാ പറയുന്നത്. അത് നേരത്തെ ഹേറ്റ് മെന്റാലിറ്റി ആണ്. അല്ല ഞാൻ പറയുന്നു അത്തരത്തില് നമുക്ക് ഈ മൃഗങ്ങളെന്ന് ഇപ്പൊ പക്ഷേ ഡോക്ടർ നയനാർ ഇപ്പോ ശോഭ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിരോധിക്കേണ്ടതാണ്. അങ്ങ് പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നിരോധിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഓണം നിരോധിക്കണം, ദീപാവലി നിരോധിക്കണം. ഓണത്തിൽ എവിടെയാണ് മൃഗങ്ങളെ അല്ലല്ല, മൃഗങ്ങളെ അല്ല, മനുഷ്യരെ. ഞങ്ങൾ പറയുന്നത് ഞങ്ങളെന്നല്ല, മനുഷ്യനിപ്പോ വിലയില്ല മൃഗങ്ങളത്ര. നിയന്ത്രിക്കണം. ഇപ്പൊ അതിന് ഞാൻ അതിലേക്ക് വരുന്നു. നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഉപയോഗിച്ചാൽ മതി എന്നാണ്. ഒരു ഉദാഹരണം പറയാം, ലൈവായിട്ട് ശബരിമല തന്നെ എടുക്കാം. ശബരിമലയിൽ ഹൈക്കോടതി തന്ത്രിയോടക്കം ചോദിച്ചു ആനകൾ ഇത്രയും വേണോ? അപ്പം നമ്മൾ പറഞ്ഞു ആനകൾ വേണ്ട, ആവശ്യമില്ല, ആനകളെ കുറച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ ആനകളുടെ നമ്പർ കുറച്ചു. രാഹുൽ, ഞാൻ ചോദിക്കട്ടെ രാഹുൽ, ആനകൾ ഒരുപാട് ഉണ്ടായിരുന്നപ്പോ ആനകളെ ഇത്രയും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സമ്മതിച്ചു, കുറയ്ക്കാൻ പറഞ്ഞു. ഈ നിങ്ങൾ കുറച്ചു പേർ തീരുമാനിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നത്. അതുപോലെ ഈ ജല്ലിക്കെട്ടിലും ഈ കാളയുടെ കാര്യത്തിൽ ഈ നിങ്ങളെന്ന് പറയുന്ന അവിടുത്തെ നിങ്ങൾ അങ്ങ് തീരുമാനിച്ച പോലെ. വളരെ നല്ല ചോദ്യമാണത്. ഇത് ഓരോ സ്ഥലത്തിനും ആ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറെ പവർ സെന്റേഴ്സ് ഉണ്ട്. പകരം പീറ്റ ആയതാണ് കോടിക്കണക്കിന് ഡോളർ ഫണ്ട് ചെയ്യപ്പെടുന്ന ലോകത്തിലെ ഒരു മൾട്ടിനാഷണൽ NGO. മറുഭാഗത്ത് നിൽക്കുന്നത് പാവപ്പെട്ട കോടതി കാണാത്ത തമിഴ് കർഷകനും. അപ്പൊ അവിടെയാണ് പറഞ്ഞത് ഇനി രണ്ട് ഒറ്റ വരിയേ ഉള്ളൂ, മോഡറേഷൻ വേണം, റെഗുലേഷൻ വേണം, പക്ഷെ ബാൻ വേണ്ട. ശരി, അനൂപിലേക്ക് വരാൻ മുമ്പ് പെട്ടെന്ന് ഒരു ഡയറക്റ്റ് ഒരു ആരോപണം വന്നിരിക്കുകയാണ്. അതായത് നേരത്തെ ഇവരും പറയുന്നുണ്ട്, തമിഴ്നാട്ടിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പറയുന്ന കാര്യം അതാണ്. പീറ്റ എന്ന് പറയുന്ന സംഘടന വൈദേശികമാണ്, ഫോറിനാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ സംസ്കാരം അറിയില്ല, നിങ്ങൾ നിരോധിക്കണം. അവർക്ക് ചില ഹിഡൻ അജണ്ട ഉണ്ടെന്നാണ്. ഞാൻ ഇന്ത്യനാണ്, ഞാനൊരു തമിഴിയനാണ്, എന്നിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ ഇതിനു വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ശരിക്കും പറഞ്ഞാൽ ഇത്രയും പേര് കൂടിയിട്ടുണ്ട്. ഒന്ന് ബാൻ ചെയ്തപ്പോ ഇത്രയും ആൾക്കാർ ചെന്നൈയിൽ കൂടി അവർ സംസാരിക്കാൻ, ബിക്കോസ് ദേ ഹാവ് വോയിസ് അല്ലേ? മൃഗങ്ങൾക്ക് വോയിസ് ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ എന്നേ കൊടിയും പിടിച്ചിരുന്നേനെ, പ്രൊട്ടസ്റ്റ് ചെയ്തേനെ അല്ലേ? അവർക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പോ ആദ്യത്തെ പോയിന്റ് രാഹുൽ പറഞ്ഞതുപോലെ പീറ്റ ഒരു അജണ്ട ഡ്രിവൺ ഓർഗനൈസേഷൻ ആയിരുന്നോട്ടെ, പക്ഷെ അതുകൊണ്ട് ആ അനിമലിനെതിരെയുള്ള അബ്യൂസ് അല്ലാതാവുന്നുണ്ടോ? പീറ്റ ഒരു കംപ്ലീറ്റ്ലി ഒരു അജണ്ട ഡ്രിവൺ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവർക്ക് മണി ലോണ്ടർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എല്ലാം ആയിക്കോട്ടെ, പക്ഷെ തെച്ചിക്കോട്ട് രാമഭദ്രൻ എന്ന് പറഞ്ഞ ആനയുടെ ദേഹത്ത് വലിയ തുള പോലുള്ള പുണ്ണുകൾ വീണതും ഈ തൃശ്ശൂർ പൂരത്തിന് കഴിഞ്ഞ AWBI റിപ്പോർട്ടിൽ ആനകൾ പലതും വ്യാജ സർട്ടിഫിക്കറ്റ് ഉള്ളതും ഉടമസ്ഥാവകാശം വ്യാജ സർട്ടിഫിക്കറ്റ് ഉള്ളതും കാലിലെ വ്രണങ്ങൾ പെയിന്റ് അടിച്ച് കറുപ്പിച്ചതും ഉണ്ട്. അത് തൃശ്ശൂർ പൂരത്തിന്റെ കാര്യം. ഇനി ഇതിന്റെ രാഹുൽ പറഞ്ഞ നേരത്തെ കുറെ പറഞ്ഞ പോയിന്റുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ രാഹുൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയൊരു ജനക്കൂട്ടത്തിന്റെ മെന്റാലിറ്റി കണക്കിലെടുക്കണം. ഇതേ തമിഴ്നാടും കർണാടകയും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ എങ്ങനെ ഇന്റർവ്യൂ ചെയ്യും? ഏറ്റവും വലിയ ജനക്കൂട്ടമാണ് ശരി എന്നുള്ളത് നമ്മളങ്ങ് തീരുമാനിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. രണ്ട്, മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതിൽ സത്യം പറഞ്ഞാൽ മതപരമില്ല, സാംസ്കാരികപരമായിട്ട് ഒരു പ്രദേശത്തിന്റെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോ ഈ പറഞ്ഞ ഈ ആൾക്കാർ തന്നെ ഇപ്പം പുള്ളി പറഞ്ഞു, ഇപ്പം ഏറ്റവും കൂടുതൽ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ തോൽവിയാണ്. കാരണം ഏറ്റവും വിദ്യാസമ്പന്നരും ഏറ്റവും ആൾക്കാരെ ഐഡലൈസ് ചെയ്യുന്ന ആളുകളും ഒരു അനിമലിനെ അബ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ എത്രത്തോളം അബ്യൂസ് ചെയ്യണം എന്നുള്ളതിന് ക്രൈറ്റീരിയ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് ലൈനിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് അർത്ഥസത്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ആനയുടെ കാലിൽ കറുപ്പ് പെയിന്റ് അടിക്കുന്നതല്ല, അതൊരു കറുപ്പ് മരുന്നുകൂട്ടാണ്. ആ മകരജ്യോതിയും മകരവിളക്കും പോലെ ആകുന്നു. എല്ലാ കാര്യത്തിനും ന്യൂവാൻസോട് കൂടി നമ്മൾ നോക്കാതെ കാര്യമുണ്ടോ? ബ്ലാങ്കറ്റ് എന്തെങ്കിലും പമീല ആൻഡേഴ്സൺ നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് എഴുതുന്നു തൃശ്ശൂർ പൂരത്തിന് ആന പാടില്ല എന്ന്. പമീല ആൻഡേഴ്സൺ ഇന്ത്യ എന്താ പോലും അറിയില്ലല്ലോ. അപ്പൊ എവിടെയോ കേടുന്ന ഏതോ പറഞ്ഞോട്ടെ. ഞങ്ങളുടെ ഭാഗം അല്ലെങ്കിൽ സാംസ്കാരികതയുടെ ഭാഗം വെക്കുമ്പോൾ പലപ്പോഴും ഒരു അസഹിഷ്ണുത കാണിക്കുന്നത് ഇവരുടെ വാദങ്ങളിൽ ഡെപ്ത് ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സെക്കൻഡ് തരുന്നില്ല എന്ന് കാണുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. കാര്യം ഇവരുടെ വാദഗതികൾക്ക് ആഴമില്ലാത്തത് കൊണ്ട് മറുഭാഗം പറയുന്ന വാദഗതികളെ പറഞ്ഞോളൂ. ഒരു മിനിറ്റ് അനൂപ്, ഒരു മിനിറ്റ് ശോഭ.
രാഹുൽ എന്തിനാണ് ഈ പ്രകോപിതനാകുന്നത്? ഞാൻ സമയം തന്നു, രാഹുൽ മറുപടി പറയുന്നില്ല. അല്ല, തീർച്ചയായും ശ്രീ ലാല് സമയം തന്നു. പക്ഷേ സമയം തരാത്തത് സൈഡിൽ നിൽക്കുന്നവർ ബഹളം വെക്കുന്നതിന്റെ കാര്യം വാദഗതികൾ കാണമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ബഹളം വെക്കണമെങ്കിൽ നിങ്ങളെക്കാൾ എല്ലാം നല്ല ശബ്ദം 30 സെക്കൻഡ് തരൂ. എന്താണ് വാദഗതി? ആനകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പശുക്കൾക്കോ ഉണ്ടായ 1-2 സംഭവങ്ങളെ പെരുപ്പിച്ചു കാണിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ക്യാമ്പയിൻ അടക്കം ചെയ്ത് തങ്ങളുടെ അജണ്ട നടപ്പാക്കാനാണ് പീറ്റർ വോൾലർ നോക്കുന്നത്. നമ്മുടെ നാട്ടിലെ വിരാട് കോഹ്ലി പറയട്ടെ, നമ്മുടെ നാട്ടിലെ വിരാട് കോഹ്ലിയെയും വിദ്യാ ബാലനെയും ജോൺ എബ്രഹാമിനെയും അടക്കം പഴയ വീഡിയോ കൊണ്ടുചെന്ന് കാണിച്ച് ഇത്തരം ക്യാമ്പയിനിലേക്ക് അവർ വലിച്ചിടുകയാണ്. 30 സെക്കൻഡ് കഴിഞ്ഞു. രാഹുൽ പറഞ്ഞു. ഞാൻ ഒരു കാര്യം രാഹുലിനോട് ചോദിക്കട്ടെ. അതായത് ഇവർ നേരത്തെ അനൂപ് ചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ എന്ത് അജണ്ടയുള്ളവരോ ആയിക്കോട്ടെ, എവിടെ നിന്ന് ഫണ്ട് വന്നവരോ ആയിക്കോട്ടെ, സംസ്കാരത്തിന്റെ എല്ലാം ഉടമസ്ഥാവകാശം നമുക്കാണ്. നമ്മൾ വാശി പിടിക്കേണ്ട, ആർക്കുമല്ല. അപ്പൊ അതിനുവേണ്ടി ഇവിടെ തയ്യാറാക്കപ്പെട്ട ചില രീതികളുണ്ട്. നമ്മുടെ ഭരണഘടന നമ്മുടെ സംസ്കാരത്തിന്റെ തന്നെ ഉദാഹരണമാണ്. ആ ഭരണഘടനയിൽ പ്രകൃതിയെയും മൃഗങ്ങളെയും ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതനുസരിച്ചുണ്ടാക്കിയ നിയമങ്ങളുണ്ട്. അത് നോക്കിയാണ് നമ്മുടെ നിയമ സംവിധാനം, ജുഡീഷ്യറി വേണ്ട നിയമങ്ങൾ പാസാക്കുന്നത്. അതനുസരിച്ചാണ് 2011 നിരോധിച്ചത്. 4 കൊല്ലം തമിഴ്നാട്ടിൽ ഇതില്ലാതെ മുന്നോട്ട് പോയത്. 2016 തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുൻപ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്ന് നിരോധിച്ചതിന് വീണ്ടും ഇളവ് കൊടുത്തത് എന്തിന് എന്ന ചോദ്യം വരുന്നത്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അത് ഒരു ജനതയുടെ സാംസ്കാരികതയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇത്തരം അവസരങ്ങളിൽ പറയേണ്ടെന്ന് വിചാരിച്ചിട്ടും ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറയുന്നത്. ഇവിടെ ആടുകളുടെ തറയറത്ത് രക്തപ്പുഴകൾ ഒഴുകിയാൽ ആർക്കും ദണ്ണമില്ലല്ലോ. അവിടെ എന്താ ആടുകളോടില്ലാത്ത സ്നേഹം? നിങ്ങൾക്ക് ഈ കാളകളോട് മാത്രം. ആ സ്നേഹം കാണിക്കാനുള്ള ഉത്തരവാദിത്വം രാഹുൽ ഈശ്വറിനുമുണ്ട്. ഭരണഘടനയെ സ്നേഹിക്കുന്ന രാഹുൽ ഈശ്വറിനുമുണ്ട് ആ ഉത്തരവാദിത്വം. തിരിച്ചു വരാം. പി കെ ശ്രീനിവാസൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ചെന്നൈയിൽ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ശ്രീ പി കെ ശ്രീനിവാസൻ, എന്താണ് തമിഴ്നാട്ടിൽ ചെന്നൈയിൽ മറീന ബീച്ചിൽ ഇപ്പോൾ നടക്കുന്ന ഈ കോലാഹലം? ഇത് ശരിക്ക് ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഒരു ഭാഗമാണിത്. ഇത് ആദ്യം ഇത് ദ്രാവിഡ കഴകം DMK ആണ്, സ്റ്റാലിന്റെ നേതൃത്വത്തിലാണ് ആദ്യം ഇത് ആരംഭിച്ചത്. എന്നാൽ ഇത് മറ്റ് പാർട്ടികൾ ഏറ്റെടുക്കുകയും മറ്റ് പാർട്ടിയുമായിട്ട് ബന്ധമില്ലാത്ത യുവാക്കൾ ഏറ്റെടുത്തിട്ടാണ് ഇപ്പം മരീന ബീച്ചിൽ ഏകദേശം 50,000 ഏതാണ്ട് 75,000 ആൾക്കാർ കൂടിയിട്ട് ഇന്ന് രാത്രി പോലും അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വലിയ ഒരു നീക്കം നടക്കാൻ കാരണം ഇവിടുത്തെ ഈ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണ്. ഇപ്പോൾ നിലവിലുള്ള സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ ഇത് നിയന്ത്രിക്കാൻ സാധിച്ചില്ല, ക്രമസമാധാനം നിയന്ത്രിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഇവിടെ ഒരു അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട്. കാരണം സർക്കാരിനെ പിരിച്ചുവിടേണ്ടി വരും കേന്ദ്രത്തിന്. അത്തരത്തിലുള്ള ഒരു പോക്കിലേക്കാണ് നീങ്ങുന്നത്. വെറും മധുരയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു കായിക മേളയാണ് ഈ ജല്ലിക്കെട്ട്. അതിപ്പോൾ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പടർന്നു പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അതിലൊരു ചില പ്രത്യേക ലക്ഷ്യങ്ങൾ പല ഭാഗത്തുനിന്ന് കാണുന്നുണ്ടാകണം. നാളെ DMKയുടെ ഫാസ്റ്റിങ്ങും മറ്റേ ഇതെല്ലാം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് പൊതുവിൽ നമ്മുടെ ആശാവകമായ ഒരു അവസ്ഥയല്ല. കോടതിയെ ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു പോക്കാണ് ഇപ്പോൾ ഈ പാർട്ടികൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ 4-5 വർഷക്കാലമായി ജല്ലിക്കെട്ട് അവിടെ ഇല്ല. ശ്രീമതി ജയലളിത, കുമാരി ജയലളിതയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ തിരോധാനം ഉണ്ടായി ദിവസങ്ങൾക്കകം ഈ പ്രശ്നം വീണ്ടും ചൂടുപിടിച്ച് ഇങ്ങനെ വരുമ്പോൾ, റോഡിലിറങ്ങി നിന്ന് മുഖ്യമന്ത്രിയെ പോലും ബന്ദികളാക്കുന്ന സംവിധാനം വരുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് തന്നെ കാണണം. ഇവിടെ ശരിക്ക് ജയലളിതയുടെ കാലഘട്ടത്തിൽ ഭരണ സമയത്ത് ഇവിടെ ഇത്തരത്തിലുള്ള യാതൊരുവിധ സമരത്തിനും ഒരു അവസരം കൊടുത്തിരുന്നില്ല. അവരെല്ലാം അഴിച്ചമർത്തിയിരുന്നു, അല്ലെങ്കിൽ മാനനഷ്ട കേസ് കൊടുത്തിരുന്നു. 250ഓളം മാനനഷ്ട കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ജനങ്ങളെല്ലാം പൊറുതിമുട്ടി നിശബ്ദരായിട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് അതുപോലെ മോചനം കിട്ടിയപ്പോഴേക്ക് പെട്ടെന്ന് ആൾക്കാർ അതിൽ നിന്ന് മോചനം നേടിയ ശേഷം ഉണ്ടാകുന്ന ഒരു വലിയൊരു മാറ്റമാണ് ഇവിടെ കാണുന്നത്. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾക്ക് അഭിപ്രായം തുറന്നു പറയാനും അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനും പറ്റുന്ന ഒരു സന്ദർഭം അന്വേഷിച്ചിരിക്കുകയായിരുന്നു.
അതാണ് ഇവിടെ ശ്രീ പി കെ ശ്രീനിവാസൻ, ഈ പറയുന്ന കാര്യത്തെ നിയന്ത്രിക്കേണ്ടത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരാണ്. പക്ഷെ സർക്കാരിന് ഇപ്പോൾ ഈ രാഷ്ട്രീയ ബഹളത്തിനിടയിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അവർക്ക് പുറകിലോട്ടായി പോകുമോ എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് അവർ മുന്നിൽ നിന്ന് ഇവരുടെ വാദത്തോടൊപ്പം നിൽക്കുന്നു, കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഓടുന്നു. ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് തമിഴ്നാട്ടിലെ താരനിര താങ്കൾ സൂചിപ്പിച്ചതുപോലെ നാളെ മുതൽ റോഡിലിറങ്ങി ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. തമിഴ്നാട്ടിൻ്റെ മുഴുവൻ വികാരമായി ജല്ലിക്കെട്ടിനെ ഇങ്ങനെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ അപകടം മനസ്സിലാക്കേണ്ടത് ആരാണിപ്പോൾ? ഇത് ശരിക്കും ഒരു നിയമപരമായിട്ട് ഒന്നാമത്തെ പ്രശ്നമാണ്. നിയമത്തിന് ധിഖരിക്കുന്ന തരത്തിൽ നിയമത്തിന് വെറും ഒരു പകടകളിയാക്കുന്ന ഒരവസ്ഥ ഒന്ന്. രണ്ടാമത്, ഇപ്പോൾ നിലവിലിരിക്കുന്ന സർക്കാരിന് ഇത് നിയന്ത്രിക്കാനും ഒന്നും സാധിക്കുന്നില്ല. പനീർശെൽവം ഇവിടെ ഉണ്ടാകേണ്ട സന്ദർഭത്തിലാണ് മോഡിയെ കാണാൻ വേണ്ടി ഡൽഹിക്ക് പോയിരിക്കുന്നത്. ഒരിക്കലും മുഖ്യമന്ത്രി ഈ സന്ദർഭത്തിൽ ഇവിടുന്ന് ഒളിച്ചോടാൻ പാടില്ല. ഇവിടെ നിന്നിട്ട് ഇത് നിയന്ത്രിക്കേണ്ടതാണ്. പോലീസിനെ മാത്രം ഏൽപ്പിച്ചിട്ട് പോയിട്ട് കാര്യമില്ല, മന്ത്രിമാരെ ആരെയും കാണാനില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, ഇങ്ങനെ സങ്കീർണമായ ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥലം വിട്ടു? ഞാൻ തിരിച്ചു വരാം. ശ്രീ പി കെ ശ്രീനിവാസൻ, താങ്കൾ ഒരു മിനിറ്റ് ലൈനിൽ തുടരണം. ശ്രീനിവാസൻ വേണുഗോപാൽ, അഡ്വക്കേറ്റ്, AIADMKയുടെ കേരള സംസ്ഥാന ട്രഷററാണ് അദ്ദേഹം ഇപ്പോഴും ലൈനിലുണ്ട്. താങ്കൾ പി കെ ശ്രീനിവാസൻ പറഞ്ഞത് കേട്ടിരുന്നോ അഡ്വക്കേറ്റ് വേണുഗോപാൽ? എന്താണ് താങ്കളുടെ മറുപടി? ശരിയല്ല. അവിടെ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ഉയർന്നു വരുമ്പോൾ അത് കൈയും കെട്ടി നോക്കിയിരിക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക് കഴിയില്ല. ആ തമിഴ്നാടിന്റെ മുഴുവൻ വികാരവും പ്രധാനമന്ത്രിയെ അറിയിക്കാനാണ് അദ്ദേഹം ഡൽഹിക്ക് പോയത്. അദ്ദേഹം മാത്രമല്ല, ആ 37 എംപിമാരും ലോകസഭാ എംപിമാരും 12 രാജ്യസഭാ എംപിമാരും കൂടെ ചേർന്നിട്ട് കൂട്ടമായിട്ടാണ് പ്രധാനമന്ത്രിയെയും ഇന്ത്യൻ പ്രസിഡന്റിനെയും കാണാൻ പോയത്, തമിഴ്നാടിന്റെ വികാരം അറിയിക്കാൻ. അല്ലാതെ അദ്ദേഹം കൈയും കെട്ടി അവിടെ ഡൽഹിക്ക് പോയതൊന്നുമല്ല. ലാ ആൻഡ് ഓർഡർ നോക്കാനായിട്ട് അവിടെ DGP ഉണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്, ബാക്കി മന്ത്രിമാരെല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ ഒരു പ്രശ്നമൊന്നും അവിടെ തമിഴ്നാട്ടിലില്ല. ഈ ലോ ആൻഡ് ഓർഡർ നോക്കേണ്ട തമിഴ്നാട്ടിലെ ഗവൺമെന്റ്, അതിന് നേതൃത്വം കൊടുക്കുന്ന താങ്കളുടെ പാർട്ടി, ആ പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറി ശ്രീമതി ശശികല നടരാജൻ, അവർ കഴിഞ്ഞ ദിവസം ഈ ജല്ലിക്കെട്ടിന് വേണ്ടി വാദിക്കുന്നവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞത് അതിനെ എതിരായി കേസ് കൊടുത്ത പീറ്റ എന്ന സംഘടനയെ ഇവിടുന്ന് ഓട്ടിക്കണം എന്നാണ്. അപ്പൊ എന്ത് വികാരമാണ് അവിടെ വളർത്താൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ തന്നെ? ഇല്ല, അതല്ല. അത് ജനറൽ സെക്രട്ടറി പറഞ്ഞത് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഈ സംഘടന എവിടെ പോയി? സ്പെയിനിൽ ഇതിനേക്കാളും വളരെ വളരെ വലുതായിട്ടുള്ള കാളപ്പോരല്ലേ സ്പെയിനിൽ നടക്കുന്നത്. എന്തുകൊണ്ട് സ്പെയിനിൽ പോയി അവർ ചോദിക്കാൻ പറയാത്തത്? അപ്പൊ തമിഴ്നാട്ടിൽ മാത്രം വന്നതിന്റെ കാര്യം. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ, ഇവിടെ പല കാര്യങ്ങളും പറയുമ്പോൾ വേറെ ചിലർ പറയുന്നത് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകൂ എന്നാണ്. ഇപ്പൊ അങ്ങ് പറഞ്ഞത് സ്പെയിനിലേക്ക് പൊക്കോളൂ എന്നാണ് ചിലരോട് പറഞ്ഞിരിക്കുന്നത്. സ്പെയിനിലേക്ക് പോകാനല്ല ഞാൻ പറഞ്ഞത്. സ്പെയിനിൽ ഇതിനേക്കാളും വളരെ ശക്തമായിട്ടുള്ള കാളപ്പോര് മത്സരം നടക്കുകയാണ് അവിടെ. അവിടുത്തെ സർക്കാരാണ് നടത്തുന്നത്. അതാണോ അതിന്റെ ഉത്തരം? അത് സ്പെയിനിൽ അങ്ങനെ പലതും നടക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ തന്നെ അതിനെതിരെ ഇറങ്ങണം, നമ്മുടെ മൃഗസ്നേഹികളും അതിനെതിരെ ഇറങ്ങണം. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഈ അവസ്ഥ, അവിടെ ഇപ്പോ ഒരു വല്ലാത്തൊരു പ്രഷർ കുക്കറിന്റെ അവസ്ഥയാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. ആ അവസ്ഥയിലേക്ക് നിങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോഴാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഇങ്ങനെ. അല്ലല്ല, അതെ. ഈ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. DMKയുടെ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ട്. അതാണ് ആദ്യത്തെ ഞാൻ സൂചിപ്പിച്ചത്. ഇതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം മുതലെടുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ DMK ഗവൺമെന്റ് ശരി, അങ്ങനെയാണെങ്കിൽ അത് തുറന്നു കാട്ടാനല്ലേ നിങ്ങൾ ശ്രമിക്കേണ്ടത്? ഇത് രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തിലൂടെ നിങ്ങളുടെ സർക്കാരിനെ പുറത്താക്കാനാണ് ചിലരുടെ ശ്രമം. അതല്ലാതെ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സാംസ്കാരിക ഉത്സവത്തിന് വേണ്ടി അല്ല ഈ കാണിക്കുന്നത് എന്ന് എന്തുകൊണ്ട് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല? അല്ലല്ല, അതായത് തമിഴ്നാടിന്റെ പൊതുവായിട്ടുള്ള ദേശീയതയും അതിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു വികാരം ഉണ്ട് അതിന്റെ പിന്നിൽ. അതില്ലാണ്, അത് മുതലെടുക്കാൻ ചില രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നതോട് നമുക്ക് യോജിപ്പില്ല. ഇപ്പം മെറീന ബീച്ചിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ, വിദ്യാർത്ഥികൾ കൂടിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആഹ്വാനം അനുസരിച്ചല്ല. സ്വയമേ സോഷ്യൽ മീഡിയയിൽ കൂടി അവർ പരസ്പരം ആശയങ്ങൾ കൈമാറുകയും ആരുടെയും ആഹ്വാനമില്ലാതെ തന്നെ സ്വയമേ അവിടെ നിന്ന് എത്തുകയും ചെയ്ത ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. അവിടെ നമ്മൾ ഒരു രാഷ്ട്രീയ പ്രേരിതമെന്നോ ഇതിന് പുറകിലെ ഏതോ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്നൊക്കെ പറയുന്നത് ഈ സമരത്തിന് എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളെ ഒരു തരം താഴ്ത്തുക എന്നാണ്. പക്ഷേ ഡോക്ടർ നയനാർ, ആ കാര്യത്തിൽ ഒരു സംശയം വീണ്ടും ഉണ്ടാകുന്നത് എന്തുകൊണ്ട് കഴിഞ്ഞ 4 വർഷം ഈ പ്രശ്നം ഇവിടെ ജല്ലിക്കെട്ട് ഇല്ലാതിരുന്നപ്പോൾ ഇതുപോലെ ആളുകൾ റോഡിൽ ഇറങ്ങിയില്ല? ഇപ്പോൾ ഇറങ്ങിയെങ്കിൽ ആരെങ്കിലും ഇവരെ നയിക്കുന്നുണ്ട് പുറകിൽ നിന്ന്?
നമ്മൾ മുമ്പിൽ കാണുന്നില്ല. വേറെ ഒരു രാഷ്ട്രീയം കൂടി ഞാൻ സൂചിപ്പിക്കാം. നമ്മൾ അത്ര നിസ്സാരമായിട്ട് കാണണ്ട. ശ്രീ പി കെ ശ്രീനിവാസൻ കൂടി കേൾക്കുന്നുണ്ടാകും, അത് ശരിയാണോ എന്ന് അദ്ദേഹം പറയട്ടെ. സെബാസ്റ്റ്യൻ സൈമൺ സീമാൻ എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര താരമാണ്. അതെ, തമിഴ് ദേശീയവാദത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു നേതാവ്, LTTയുടെയും പ്രഭാകരന്റെയും ഒക്കെ ഒപ്പം നിൽക്കുന്ന ഒരു ആളാണ് അദ്ദേഹം. അവരൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട് തമിഴ് ദേശീയതയുടെ ഭാഗമായി. MGR തമിഴനല്ല, ജയലളിത തമിഴത്തിയല്ല. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വരട്ടെ. ദ്രാവിഡർക്ക് വേണ്ടി നമ്മൾ എന്തിനു നിൽക്കണം? ഇവിടെ ദ്രാവിഡ പാർട്ടികൾ ഇനി എന്തിന്? AIDMKയും വേണ്ട, DMKയും വേണ്ട, ഇനി അതല്ലാത്ത പാർട്ടികൾ വരട്ടെ എന്ന് പറയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആരൊക്കെയോ ഉണ്ട് ഇതിന്റെ പിന്നിൽ. ഡോക്ടർ നയനാറിലേക്ക് വരാം. അതിന് മുമ്പ് ശ്രീ രാഹുൽ ഈശ്വർ. തമിഴിൽ എന്നും അങ്ങനെ ഒരു സബ് നാഷണലിസം ഉണ്ടായിരുന്നു. അത്തരം ഹാർഡ് ലൈനേഴ്സ് വളരെ ചെറുത് മാത്രമാണ്. ശ്രീലങ്കയിൽ ഇതുപോലെ ഹേല പാർട്ടികളൊക്കെ ഉണ്ട്. അതിനപ്പുറം റിലവൻസ് ഇല്ല. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ഈ ദ്രാവിഡിസ്ഥാൻ അടക്കമുള്ള സബ് നാഷണലിസ്റ്റ് ഇന്ന് എമർജ് ചെയ്ത, ഇന്ന് ഇന്ത്യൻ രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആ തമിഴരുടെ സെന്റിമെന്റ്സ് നമ്മൾ ഉൾക്കൊള്ളണം. 1965 ഹിന്ദി ലാംഗ്വേജ് പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് നമ്മൾ കാണുന്നത് ഈ ഹിന്ദിക്കാരും തമിഴരും ഒരുമിച്ച് വന്ന് ജല്ലിക്കെട്ടിന് വേണ്ടി പോരാടുന്നതാണ്. തമിഴ്നാട്ടുകാരന്റെ വികാരത്തെ നമ്മൾ ആരും എതിർക്കുന്നില്ല, അതിനെ മാനിക്കുന്നു. ഇതേ വികാരമുള്ള മലയാളിയുണ്ട്, ആന്ധ്രാപ്രദേശുകാരനുണ്ട്, അല്ലെങ്കിൽ ഒറിയക്കാരനുണ്ട്, എല്ലാവർക്കും ഉണ്ട്, ബംഗാളിക്കും ഒക്കെ ഉണ്ട് ഇതേ വികാരം. പക്ഷെ തമിഴിന് പണ്ട് ഹിന്ദിയുടെ കാര്യത്തിൽ ഉണ്ടായപ്പോൾ മുറിവേറ്റതുപോലെ ഇപ്പൊ ജല്ലിക്കെട്ടിൽ ഒരു മുറിവ് വന്നപ്പോൾ നിയമത്തിന് മുകളിൽ അത് നിൽക്കണം എന്ന് എന്തിനു പറയാം? ആരും നിയമത്തിന് മുകളിൽ നിൽക്കണമെന്നല്ല പറഞ്ഞത്, ദയവായി തെറ്റിദ്ധരിപ്പിക്കരുത്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും നല്ല കാഴ്ച, ഇതിനെ ശക്തമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു നോർത്ത് ഇന്ത്യൻ വിഭാഗമുണ്ട്. ഹിന്ദിക്കാരടക്കം, വിശിഷ്യ ഹിന്ദി ചാനലുകൾ ഏറ്റവും ശക്തമായി ജല്ലിക്കെട്ടിനെ സംസ്കാരത്തിന്റെ പേരിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഏറ്റവും നല്ല നാഷണൽ ഇന്റഗ്രേഷന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. രണ്ട്, ഇനി അടുത്ത പ്രശ്നം, ഇനി അതിനെ മറുപടി പറഞ്ഞോട്ടെ. തീർച്ചയായും പേട്ട പോലെയുള്ള വിദേശത്ത് നിന്ന് കൂലി മേടിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയുടെ ആൾക്കാർക്ക് ഇത്രയധികം പീറ്റ പോലെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ഇത്തരം കാര്യങ്ങളോട് അസഹിഷ്ണുതയുള്ളത് അവർക്ക് ഹിഡൻ അജണ്ടകൾ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നേരത്തെ AIDMK ആളോട് പറയാനുള്ളത്, സാർ ഓർക്കണം, ഈ ലിബറൽസിനെ പ്രീണിപ്പിച്ചിട്ട് കാര്യമില്ല. ഇവര് ഭരിക്കുന്ന ഡൽഹി സുൽത്താനേറ്റിനെ തെള്ളിയിടാതെ നമ്മുടെ നാട്ടിലെ ഒരു സംസ്ഥാനം നന്നാവില്ല. ഈ ലിബറൽസിനെ ശക്തമായി ഇവർക്കെതിരെ പോരാടുകയും ഇവരെ പ്രീണിപ്പിച്ചു നിന്നാൽ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. അതുകൊണ്ട് ശക്തമായി പോവുകയും, ഒരു വരി കൂടി, സ്റ്റേറ്റ് ഗവൺമെന്റ് സപ്പോർട്ട് കൂടില്ല, ഇതൊന്നും നടക്കൂലല്ലോ. ഈ കാര്യം അവിടെ നിന്ന് ഉത്തരവിട്ടതൊന്നും നടക്കാൻ പോടില്ലല്ലോ. സംസ്ഥാന ഗവൺമെന്റ് അടക്കം ആക്റ്റീവ് സപ്പോർട്ട് ഇല്ലാതെ നടക്കില്ലല്ലോ. ഒന്ന് മറക്കാതിരുന്നാ മതി. വിളപ്പിൽ ശാലയിൽ ഒരു സമരം ഉണ്ടായി ഷവറിന്റെ കാര്യത്തിൽ. പക്ഷെ അന്ന് കോടതിയെ പോലും അല്ലെങ്കിൽ ഒന്ന് നടപ്പിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ ജനകീയ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ അവിടുത്തെ ചവറ് മാറ്റി. അപ്പൊ അത്തരത്തിൽ ജനങ്ങൾ മനസ്സിലാകുന്നു. ഡോക്ടർ നയനാർ, ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഈ അഭിപ്രായങ്ങൾ പറയുന്നവരുടെ ആ മുഖമല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് ഇടവേളയിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചെത്താം. ഈ വിളപ്പിൽ ശാലയിൽ ഉണ്ടായ പ്രശ്നം ഒരു ജനകീയ പ്രശ്നം, അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ അത് മരണപ്പെടും, അവൻ്റെ ശ്വാസത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്നുള്ളതാണ് പ്രശ്നം. ജല്ലിക്കെട്ടിലൂടെ കൊല ചെയ്യപ്പെടുമ്പോൾ അതിനെ എന്തുകൊണ്ട് ന്യായീകരിക്കുന്നു എന്നതുകൂടിയാണ് അറിയേണ്ടത്. ഇടവേളയ്ക്ക് ശേഷം. ശോഭ, നിങ്ങളുടെ സംഘടനയെക്കുറിച്ചാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരാതി വരുന്നത്. ഈ പറയുന്ന സംസ്കാരത്തെ മനസ്സിലാക്കാതെ നിൽക്കുന്ന നിങ്ങൾ പറയുന്നത് കേൾക്കണ്ട അല്ല. അതായത് 2014 സുപ്രീം കോർട്ട് ഇങ്ങനെ ബാൻ ചെയ്തപ്പോ 10 വർഷം ഈ അനിമൽ ആക്ടിവിസ്റ്റുകൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു ബാൻ ചെയ്തത്. പീറ്റ മാത്രമല്ല അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇതിനകത്ത് പീറ്റ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിനകത്ത് അഭിമാനിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ആനിമൽ വെൽഫെയർ ബോർഡും FIAPO ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. പീറ്റ മാത്രം കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇതിനകത്ത് എല്ലാം ഇറ്റ്സ് ഓൾ പൊളിറ്റിക്സ്. അത് നമുക്ക് ക്ലിയർ ആണ്. ഇത്രയും 4 വർഷം ഒന്നും അനങ്ങാതെ ഇരുന്നത് ഒരു പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി വന്നത് എന്തെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. 4000 വർഷമായി നിലനിന്ന ഒരു കാര്യമാണ്. 4 വർഷത്തെ അതുപോലെ തന്നെ നിലനിന്നതാണ് സതി എന്ന് പറയുന്ന കാര്യം. ഈ സതിയുടെ ആർഗ്യുമെന്റ് ലോകത്തിൽ കാണുന്ന എല്ലാത്തിനും എടുത്ത് പ്രയോഗിച്ച് വെറും ഒരു ക്ലീശയാണ്. സതി ഒരു അനാചാരമാണ്, ജല്ലിക്കെട്ട് ഒരു അനാചാരമല്ല. അതാണ് ബിരിയാണി കഴിക്കുന്ന അനാചാരമാണ്. ഒറ്റ ചോദ്യം, ശ്രീ ബിരിയാണി കഴിക്കുന്ന അനാചാരമാണ്. പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഇത്
കാണിക്കുന്നത് അനാചാരമാണെന്ന് ഇടതുപക്ഷ ബുദ്ധിജീവിയായ ലാലിന് അഭിപ്രായമുണ്ടോ? ഞാനിപ്പോ ഇടതുപക്ഷ ബുദ്ധിജീവിയായിട്ട് ശരി, എന്നാൽ ഒരു മാധ്യമ പ്രവർത്തകനായി ഈ ചർച്ചയിൽ മുന്നോട്ട് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയട്ടെ, കോഴിയെ ഇവിടെ ജീവനോടെ പിടിച്ചു നിർത്തി നിങ്ങൾ കോഴിപ്പോര് നടത്തി കോഴിയെ പീഡിപ്പിക്കുകയാണെങ്കിൽ അതിനെതിരാണ് ഞാൻ. ബിരിയാണി കഴിക്കുന്നത് നിരോധിക്കണമെന്ന് അഭിപ്രായം ഉണ്ടോ? ബിരിയാണി എനിക്കറിയാം, അങ്ങനെ പറയില്ല. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാരനുമില്ല ഭരിക്കുന്ന സർക്കാരുകളാണ്. ഇതിനകത്ത് ബിരിയാണിയുടെ കാര്യം അങ്ങ് പറയുമ്പോ തന്നെ ഞാൻ പറയട്ടെ, ബിരിയാണി മാത്രം അങ്ങ് എന്തിനെടുക്കുന്നു? പാവയ്ക്കയാണെങ്കിലും വെള്ളരിക്കയാണെങ്കിലും ഒക്കെ ജീവനുള്ള വസ്തുക്കൾ തന്നെയാണ്. നമുക്ക് അതെല്ലാം നമുക്ക് ആ രീതിയിൽ തന്നെ ചർച്ച ചെയ്യാം. അതെ, ഇതല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ സ്പെയിനിലുള്ള ബുൾ ഫൈറ്റിന്റെ കാര്യം പറഞ്ഞു. സ്പെയിനിലുള്ള ബുൾ ഫൈറ്റ് എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല എന്ന് ചോദിക്കുന്ന ഇവർക്ക് ചോദിക്കാൻ പറ്റില്ല. കാരണം റൈറ്റ് വിങ്ഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ബീഫിനെതിരാണ്. സ്പെയിനിൽ ബീഫ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നയം മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ തിരസ്കരിക്കാൻ പറ്റില്ല. ഒന്ന്. രണ്ട്, ഈ പറഞ്ഞ ജല്ലിക്കെട്ടിൻ്റെ കാര്യം ഇപ്പം വളരെ രാഹുൽ ചോദിച്ച വളരെ പ്രസക്തമായ ഒരു കാര്യം, എന്തുകൊണ്ട് ബീഫ് നിരോധിക്കുന്നില്ല? ഞങ്ങൾ NGOs എല്ലാം അനിമൽ പ്രൊട്ടക്ഷൻ റൈറ്റ്സിനും എല്ലാത്തിനും ഫോറാണ്. രാഹുൽ ഈ പറഞ്ഞ റൈറ്റ് വിങ്ങിലുള്ള മതപരമായിട്ട് ഗോമാതാവിനെ സംരക്ഷിക്കുന്ന ആരും ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ മഹാരാഷ്ട്രയിലും പശുക്കളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പാവപ്പെട്ട ഡ്രൈവർമാരെ കൊല്ലുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലാതെ ഏതെങ്കിലും ഒരു NGOയോട് കൂടി ചേർന്ന് എന്തെങ്കിലും പ്രസക്തിയുള്ള കാര്യം ആനിമൽസിന് വേണ്ടിയുള്ള അവരുടെ വാദം പറയാം. ഡിവൈഎഫ്ഐ കളയൂ, ബീഫ് ഫെസ്റ്റിവൽ കളയൂ, പീറ്റർ നിങ്ങൾ അജണ്ട ഡ്രിവൺ ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ഇന്ത്യയിലുള്ള NGOസും നിങ്ങൾ പറയും അജണ്ട ഡ്രിവൺ, ഇതെല്ലാം അജണ്ട ഡ്രിവൺ ആയിക്കൊള്ളട്ടെ. പക്ഷെ ഈ മൃഗത്തിനോട് ചെയ്യുന്ന ക്രൂരത, നിങ്ങൾ പറഞ്ഞു ഒരു മൃഗം ഓടുന്നത് കൊണ്ട് അതിന് എന്ത് ക്രൂരത? അതിന്റെ വാലിൽ കടിച്ച് കണ്ണിൽ മുളക് പൊടി തേച്ച് അതിനെ ഓടിക്കുന്ന ക്രൂരത തർക്കിച്ചിട്ട് കാര്യമില്ല. എന്റെ ചോദ്യം അത് തന്നെയാണ്. ഈ ചോദ്യത്തിനകത്ത് ബീഫും ബിരിയാണിയും അല്ല വിഷയം. ഇതാണ് പ്രശ്നം. നിയമവും പറയുന്നതനുസരിച്ച് ഈ മൃഗങ്ങളെ ഇങ്ങനെ മുളക് തേച്ച് പീഡിപ്പിക്കാൻ പാടില്ല. അതെവിടെ നിങ്ങൾ ഉറപ്പാക്കി? അത് സുപ്രീം കോടതിയുടെ മാത്രം ജോലിയല്ല, സംസ്ഥാന സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ എല്ലാം ജോലിയാണ്. ഒരു പോയിന്റ് സ്ഥലങ്ങളിൽ നടന്ന കാര്യം വെച്ചാണ് പഴയ ഒരു കാര്യത്തെ കരിവാരിത്തേക്കുന്നത്. ഒരു സ്ഥലത്ത് നടന്ന കാര്യം മതി. ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഇപ്പൊ രാഹുൽ പറഞ്ഞു ഇതൊരു നാഷണലിസ്റ്റ് മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞു. ചാനലുകളിൽ ഒരുപാട് ഇതിനെപ്പറ്റി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഒരു ചാനൽ ഒരു ചർച്ച വരുന്നതുകൊണ്ട് അതിനെ ഇന്ത്യ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന അർത്ഥമില്ല. നാഷണൽ ആന്തത്തിന് ഇന്ത്യയിൽ മുഴുവൻ ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കുക, അത് നാഷണലിസ്റ്റ് മൂവ്മെന്റ്. അല്ലാതെ തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടിന് തമിഴ് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റീജിയണൽ ആസ്പെക്ട് ആണ്. അതിനൊരു ഒരു മിനിറ്റ്, ശ്രീ PK ശ്രീനിവാസൻ, ഇതാണ് ഇപ്പോഴും തമിഴ്നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വാദം. ഇത് തന്നെയാണ്. ഒന്നുകിൽ ബീഫിന്റെ പേരിൽ അല്ലെങ്കിൽ ബിരിയാണിയുടെ പേരിലാണ് മറു ചോദ്യങ്ങൾ ഉയർത്തുക. ഇത് സംസ്ഥാന സർക്കാരിന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് വരുത്തിക്കൊണ്ട് ഈ കേന്ദ്രത്തിലെ സർക്കാരിന് ഇതിനകത്ത് ഇടപെടാനുള്ള ഒരു താല്പര്യമുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ ഉയരുന്നുണ്ടല്ലോ. അതിൽ കാര്യമുണ്ടോ? തീർച്ചയായിട്ടും അത്തരത്തിലൊരു നീക്കമുണ്ട് ഇവിടെ. അതിന്റെ പിന്നിൽ നിൽക്കുന്ന DMK തന്നെയാണ്. സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK തന്നെയാണ് ഇപ്പോൾ അതിന് ഒരു മുൻകരുതൽ നിലയ്ക്ക് നീക്കുന്നത്. ഇവിടെ ക്രമസമാധാന നിലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളുടെ ഒരു പാരമ്യത എത്താൻ സാധ്യതയുണ്ട്. ജല്ലിക്കെട്ട് എന്ന് പറയുമ്പോൾ വെറും ജല്ലിക്കെട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇത്. ഇതിന്റെ പിന്നിൽ വളരെ നിഗൂഢമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് ധാരാളം ഇങ്ങനെ പ്രചരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അറ്റോർണി ജനറൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റിന് തന്നെ സംസ്ഥാനത്തിന് തന്നെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ കഴിയും.
അങ്ങനെ ഇത് ഒഴിവാക്കാൻ, ഈ പ്രശ്നം ഒഴിവാക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ അറ്റോർണി ജനറൽ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലൊരു ഒരു നീക്കം എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പോൾ ഈ സർക്കാരിന്റെ കഴിവുകേടും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ശക്തി കൂടുതലും ആണ് ഇവിടെ പ്രകടമാകുന്നത്. ഇത് വെറുതെ നമ്മൾ തമാശ കാണാൻ പറ്റില്ല. ഇത് അത്രത്തോളം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. നാളെ ഇപ്പോൾ സിനിമാ താരങ്ങളും മറ്റു ചലച്ചിത്ര പ്രവർത്തകരെല്ലാം കൂടി നാളെ രംഗത്തെത്തുകയാണ്. അപ്പൊ അത് കുറെ കൂടി രൂക്ഷമാകാനാണ് സാധ്യത. അതോടുകൂടി ഇത് എന്തായാലും സംസ്ഥാനത്തെ സംബന്ധിച്ച് ആശാവകമായ ഒരു കാര്യമല്ല. തിരിച്ചു വരാം. ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ പല വേദികളിലും അങ്ങേ കണ്ടിട്ടുള്ളത് രാഷ്ട്രത്തിന് വേണ്ടി, ഇപ്പോൾ കാണുന്നില്ല 3 കോടി ഫ്ലാഗിൻ്റെ ചിഹ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു, അത് മറന്നു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ നിറം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി, നിയമത്തിന് വേണ്ടി നിൽക്കുന്ന ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് വന്ന നിയമങ്ങളെ പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ട ആളായിട്ടാണ്, അതിൻ്റെ ചർച്ചകളിലാണ് അങ്ങേ കണ്ടിട്ടുള്ളത്. അങ്ങേക്ക് മാറാം. പക്ഷേ ഇപ്പോൾ ഈ കാര്യത്തിൽ ഇതെല്ലാം കാറ്റിൽ പറന്നോട്ടെ, ഈ വികാരമാണ് വലുത്. മൃഗങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്നെങ്കിൽ ബിരിയാണി കഴിക്കുന്നില്ലേ, ബീഫ് കഴിക്കുന്നില്ലേ എന്ന ചോദ്യം ഉയർത്തി ഈ റീജിയണലിസത്തിൻ്റെ, സബ് നാഷണലിസത്തിൻ്റെ, വിഭാഗീയതയുടെ ഒരു ഒരിക്കലുമല്ല. അല്ല, 2 കാര്യങ്ങളാണ്. ഒരിക്കലുമല്ല. അതുകൊണ്ടാണ് വലതുപക്ഷത്ത് നിൽക്കുന്ന ഞാനടക്കം പലരും ഒട്ടും വർഗീയവാദികളല്ല, ഹിന്ദു വർഗീയവാദത്തെ എതിർക്കുന്നവർ തന്നെയാണ്. പക്ഷേ ഒരു ജനതയെ കണ്ണടച്ച് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ കമലഹാസനും AR റഹ്മാനും അടക്കമുള്ളവർ, തമിഴ് സിനിമാ ഇൻഡസ്ട്രി, നയൻതാര അടക്കമുള്ളവരുടെ പിന്തുണ സൂചിപ്പിച്ചത്. അതിനർത്ഥം ഇത് പക്ഷപാതമില്ലാത്തതാണ്. ഒരു പോയിന്റ് ശ്രീ ലാല് പറഞ്ഞതും ശോഭ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. 3 സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവം ഉണ്ടായി. അതായത് പശുവിന്റെ കണ്ണിൽ തേച്ചു, പ്രൈവറ്റ് പാർട്സിൽ തേച്ചു. ശരിയാണ്, അത് പറ്റിപ്പോയി, അത് തെറ്റാണ്. തമിഴരോട് സംസാരിക്കുമ്പോഴും അവർ ആ തെറ്റ് അക്നോളജ് ചെയ്യുന്നവരാണ്, ഇല്ലാന്ന് കണ്ണടയ്ക്കുന്നവരല്ല. ഒരുപാട് നടക്കുമ്പോൾ ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാലിൽ കടിക്കുന്ന ഒരു രീതിയുണ്ട്. ചോദ്യം ഇതാണ് രാഹുൽ, ഒരുപക്ഷെ 3000 ഉണ്ടായാലും 3 കാര്യങ്ങളാണ് പുറത്തേക്ക് വരിക. അത് അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം, ജല്ലിക്കെട്ട് എന്ന് പറയുന്ന ഒരു ആഘോഷം പല സ്ഥലത്ത് പല പേരിൽ പല രൂപത്തിൽ പറയുന്ന ഈ ആഘോഷത്തെക്കുറിച്ച് ഇവിടെ ഡോക്ടർ നയനാർ നേരത്തെ നമ്മളോട് പറഞ്ഞ കഥയാണ് പറയാനുള്ളത്. ഇതിന്റെ മുതുകത്ത് പണം കെട്ടിവെച്ചിട്ട് അതിനെ ചെറുപ്പക്കാർ പോയി കീഴടക്കി ആ പണം കരസ്ഥമാക്കി വിജയിയാകുന്ന ഒരു ഉത്സവം, ഒരു ആഘോഷം. ആ ആഘോഷം എന്നതിനപ്പുറം എന്ത് പ്രാധാന്യമുണ്ട്? അതൊരു എക്കോ സിസ്റ്റമാണ്. ഒരു എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പല പില്ലറുകളിൽ നിൽക്കുന്നതാണ്. ഒരു പില്ലർ വലിക്കുകയാണെങ്കിൽ ആ എക്കോ സിസ്റ്റമേ പോകും. ചിലയിടത്ത് ഇതിന് എന്ത് റെഗുലേഷനും വരാം. ഒരു ഉദാഹരണം പറയാം. കാളയെ തോൽപ്പിക്കുന്നത് വേണ്ട, പരമാവധി സമയം കാളയെ ഹോൾഡ് ചെയ്യുന്നതാകാം, ഹഗ് ചെയ്യുന്നതാകാം. ദയവായി ഓർക്കുക, ഇത് ബുൾ ഫൈറ്റിംഗ് അല്ല, ഇത് ബുൾ ടേമിംഗ് അല്ല, ഇത് ബുള്ളിനോട് കളിക്കുന്ന ഒരു സ്പോർട്ട് മാത്രമാണ്. അതെ, ഇനി വീരവിളയാട്ടാണ്. ഇനി ഒരു കാര്യം കൂടെ, ഇതിന് കടുത്ത റെസ്ട്രിക്ഷൻസ് തരൂ. അതായത് ഇതിനെ തെറ്റിക്കുന്ന ആൾക്കാരെ കടുത്ത ശിക്ഷ കൊടുക്കൂ. ഏറ്റവും കടുത്ത ശിക്ഷ അവസാനത്തെ 1 മിനിറ്റാണ് ഈ ചർച്ചയിൽ. ബാക്കി അനൂപ് ചന്ദ്രൻ വളരെ ക്ഷമയോടുകൂടിയാണ് കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ശ്രീ അനൂപ് ചന്ദ്രൻ, ഇപ്പോൾ രാഹുൽ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ എല്ലാ രീതിയിലും ഇതിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും. എനിക്കൊരു ചോദ്യമേ ഉള്ളൂ, എല്ലാ രീതിയിലും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നാൽ ഈ കാള എങ്ങനെ ഇവർ ഓടിക്കും? കാളയോട് പറഞ്ഞു മനസ്സിലാക്കുവോ എങ്ങനെ ഇതിനെ ഓടിക്കും? അതിനെ ഏതെങ്കിലും രീതിയിൽ നെർവസ് ആക്കുവോ, അതിനൊരു ഭയം കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ വേദനിപ്പിക്കുകയോ ചെയ്താൽ മാത്രമേ അതോടുള്ളൂ. 2 പറഞ്ഞോളട്ടെ. 2 ഈ പറഞ്ഞ പോലെ നമ്മുടെ സാംസ്കാരികമായ ഇതിന് ഇപ്പൊ എക്കോ സിസ്റ്റം എന്ന് രാഹുൽ ഒരു വേർഡ് യൂസ് ചെയ്തു. എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സഹജീവികൾ സഹവർത്തിക്കുന്ന ഒരു സാധനത്തിനെയാണ് എക്കോ സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു മൃഗത്തെ അബ്യൂസ് ചെയ്യുന്ന ഒരിക്കലും എക്കോ സിസ്റ്റം. സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് എനിക്ക് മറ്റൊന്നിലേക്ക് വരാൻ പറ്റുന്നില്ല. സമയത്തിന്റെ പരിമിതി കൊണ്ട് എനിക്ക് ഇടപെടേണ്ടി വരുന്നു. എന്തായാലും നിയന്ത്രണം ആണ് വേണ്ടത്, നിരോധനമല്ല എന്നൊരു വാദമുണ്ട്. ഒരുപക്ഷെ ഒരു വികാരത്തിന്റെ മുകളിലേക്ക് നിയമപരമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിയന്ത്രണങ്ങൾ തന്നെ ആകാം ഒരുപക്ഷെ തുടക്കത്തിൽ വേണ്ടിവരിക. പക്ഷേ ആ നിയന്ത്രണങ്ങൾ എങ്ങനെയെന്ന് ആര് തീരുമാനിക്കും, ആരിടപെടും? അതാണ് ഇന്ന് തമിഴ്നാട് നേരിടുന്ന വലിയ വിഷയം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ നയനാർ, ശ്രീ രാഹുൽ ഈശ്വർ, ശോഭ, അനൂപ് ചന്ദ്രൻ, ശ്രീ PK ശ്രീനിവാസൻ, ശ്രീ ശ്രീനിവാസൻ വേണുഗോപാൽ.